ചൊക്രമുടിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടുത്തെ ഭൂമി കയ്യേറ്റത്തിൽ തുടർ നടപടികൾ വൈകുന്നു. ഉദ്യോഗസ്ഥരുടെ പങ്ക് കണ്ടെത്തിയിട്ടും മനഃപൂർവ്വം നടപടി വൈകിപ്പിക്കുന്നുവെന്നാണ് പരാതി. ഇതോടെ സമരവുമായി മുന്നോട്ട് പോകാനാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ തീരുമാനം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടിയിൽ സർക്കാർ പാറപ്പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയത്. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന പരാതി ഉയർന്നതോടെ IG കെ സേതുരാമന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സെപ്റ്റംബറിൽ കയ്യേറ്റം നടന്നതായി റിപ്പോർട്ടും നൽകി. എന്നാൽ നടപടികൾ വൈകുന്നതിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഈ ഹിയറിംഗിന് നീണ്ടുപോകുന്നല്ലാതെ ഇപ്പൊ 3-4 മാസമായിട്ടും ഈ അവിടെ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ ആദ്യം നടപടി സ്വീകരിക്കാനോ അവരുടെ പേരിൽ കേസെടുക്കാനോ തയ്യാറാത്തതുകൊണ്ട് തുടർ സമര പരിപാടികൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. വിചാരണ പൂർത്തിയായെങ്കിലും ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിലും കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിലും റവന്യൂ വകുപ്പ് അലംഭാവം തുടരുകയാണ്. പേരിന് വേണ്ടി മാത്രം അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിന് കൂട്ടുനിന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ നടക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ചൊക്രമുടിയിൽ സർവേ നടത്തി ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ പാവൽ കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 50% ഉൽപാദനം കുറഞ്ഞത്. രോഗബാധയും കൃഷി വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട തന്നാണ്ട് വിളകളിൽ ഒന്നാണ് പാവൽ. മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്രിമമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും പാവൽ കൃഷിക്ക് അനിവാര്യമാണ്. എന്നാൽ ഇത്തവണ ഇവിടെ ഉണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. വർഷം പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ കൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഉൽപാദനം വളരെ കുറവാണ്. പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഈ രോഗങ്ങൾ കൂടുകയാണ്. ഈ പാവലിൻ്റെ നൂല് കരിച്ചില്, ഇല മഞ്ഞെളുപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിനും അടിക്കേണ്ട കീടനാശിനിക്കൊക്കെ വലിയ വില കൂടുതലാണ്. വലിയ നഷ്ടത്തിലാണ് കൃഷി. ഉൽപാദനക്കുറവിനൊപ്പം പാവലിന് മഞ്ഞപ്പും ഇലകരിച്ചിലും പോലുള്ള രോഗബാധയും വ്യാപകമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വിലവർദ്ധനവും കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ജില്ലാ ക്ഷീരസംഗമത്തിന് തുടക്കമായി. 2 ദിവസങ്ങളായി നടക്കുന്ന ക്ഷീരസംഗമത്തിൽ കന്നുകുട്ടി പ്രദർശനവും ഉണ്ടാവും. ഗോസുരക്ഷാ ക്യാമ്പ്, സഹകരണ ശില്പശാല, വ്യക്തിത്വ വികസന ക്യാമ്പ്, കലാസന്ധ്യ എന്നിവയും നടക്കും. 2000-ഓളം ക്ഷീരകർഷകർ പങ്കെടുക്കുന്ന ക്ഷീരസംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്യും. പലതരം മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഇനി നമ്മളൊരു വേറിട്ട മത്സരത്തിന്റെ ചിത്രത്തിലേക്കാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് എവിടെയായിരിക്കും? ആ ആട് ആര് എന്ന പദവിക്കായി മത്സരിക്കുകയാണ് ഇടുക്കി പീരുമേട്ടിലെ ഒരു കുഞ്ഞൻ അമ്മ ആട്. കഴിഞ്ഞ ദിവസമാണ് 2 കുഞ്ഞാടുകൾക്ക് ഈ കുഞ്ഞമ്മ ആട് ജന്മം നൽകിയത്. പീരുമേട് സ്വദേശി ലിനു പീറ്ററിന്റെ വീട്ടിലാണ് ഈ കുഞ്ഞാടുള്ളത്. കനേഡിയൻ പിഗ്മി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ആട്. 40 സെന്റിമീറ്റർ മാത്രമാണ് ഈ 4 വയസ്സുകാരി പെണ്ണാടിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ചെറിയ ആട് എന്ന പദവിക്കായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഈ കുഞ്ഞാട്. ഗിന്നസ് റെക്കോർഡിനായുള്ള മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കി രേഖകൾ കൈമാറിയിരിക്കുകയാണ് ഉടമ ലിനു. അതിനിടെയാണ് 2 കുഞ്ഞാടുകൾക്ക് കൂടി ഈ അമ്മയാട് ജന്മം നൽകിയത്. ഏറ്റവും ചെറിയ ആട്, ലോകത്തിലെ ഏറ്റവും ചെറിയ ആടെന്നുള്ള ഗിന്നസിലേക്കുള്ള ഒരു അപ്രൂവൽ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അവർ വന്ന എല്ലാ ഡോക്ടർമാർ, വെറ്ററിനറി സർജന്മാർ വന്നതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രതീക്ഷയിലിരിക്കുന്നു, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. നിലവിലെ റെക്കോർഡുകൾ പലതും ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. കുട്ടിക്കാനം സ്വകാര്യ കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടറായ ലിനു ക്ഷീര കർഷകൻ കൂടിയാണ്. ലിനു 15 വർഷം മുമ്പാണ് കനേഡിയൻ പിഗ്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത്. ഇപ്പോൾ 3 മുട്ടനാടുകളും 5 പെണ്ണാടുകളും 20 കുഞ്ഞുങ്ങളുമുണ്ട്. സ്വന്തമായി വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വംശം നിലനിർത്തുന്നതിനായി ലിനു പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഗിന്നസ് ലോക റെക്കോർഡിന് ആവശ്യമായ രേഖകളും മറ്റും നിയമാവലി അനുസരിച്ച് തയ്യാറാക്കി കഴിഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറും സഹായികളുമാണ് ആടിന്റെ പ്രായം, ബ്രീഡ്, അളവുകൾ എല്ലാം രേഖപ്പെടുത്തിയത്.
വണ്ടിപ്പെരിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശില്പ VS ആണ് കുഞ്ഞാടിന്റെ പ്രസവം സുഗമമാക്കിയത്. ലോക നേട്ടം പീരുമേടിന് സ്വന്തമാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖല. ന്യൂസ് 18 ഇടുക്കി. ഇനി പുനലൂരിലേക്കാണ്. പുനലൂരിൽ നവീകരണം പൂർത്തിയാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസാവരി ബംഗ്ലാവ് ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. അപ്പോൾ അത് തുറന്നു നൽകണമെന്ന ആവശ്യം അവിടെ ശക്തമാവുകയാണ്. 1877 പുനലൂർ തൂക്കുപാലം നിർമ്മിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ജോലിക്കായി വന്ന എഞ്ചിനീയർമാർക്ക് താമസിക്കാൻ നിർമ്മിച്ചതാണ് പുനലൂരിലെ മുസാവരി ബംഗ്ലാവ്. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലമാണ് പുനലൂരിന്റെ കയ്യൊപ്പ്. എങ്കിലും തൂക്കുപാലത്തിനൊപ്പം തന്നെ പഴമയുള്ള കെട്ടിടമാണ് പുനലൂർ PWD റെസ്റ്റ് ഹൌസിലുള്ള മുസാവരി ബംഗ്ലാവ്. തൂക്കുപാലം നിർമ്മാണ സമയത്തെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഉള്ളവർക്ക് താമസിക്കുന്നതിനായാണ് മുസാവരി ബംഗ്ലാവ് നിർമ്മിച്ചത്. മുസാവരി ബംഗ്ലാവിൽ ഇരുന്നാൽ തൂക്കുപാല നിർമ്മാണം നേരിൽ കാണാൻ കഴിയും എന്നതായിരുന്നു പ്രത്യേകത. നിലത്ത് നിന്നും 6 അടി ഉയരത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടിവിടെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നതിനാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് അടിത്തറ ഉയർത്തി കെട്ടിടം നിർമ്മിച്ചത്. ഇത് തന്നെയാണ് മുസാവരി ബംഗ്ലാവിന്റെ പ്രത്യേകതയും. പുരാവസ്തു പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് തകർച്ചയിലായ ബംഗ്ലാവിനെ അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ നവീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. നവീകരണം പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അത് തുറന്നു കൊടുക്കാൻ സർക്കാർ വിസമ്മതിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് എത്രയും പെട്ടെന്ന് അത് തുറന്നു കൊടുക്കണമെന്നാണ് പൊതുജനങ്ങളായ ഞങ്ങളുടെ ആവശ്യം. മാത്രമല്ല, അതിനകത്ത് താമസിക്കാനായിട്ട് വളരെ സൗകര്യങ്ങൾ ഇപ്പോഴുണ്ട്. 2 വലിയ മുറികളും അല്ലാതെ ഒരു റൂമും പിന്നെ ഒരു ഹാളും പിന്നെ മറ്റ് ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഇപ്പം 10-25 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഇപ്പോൾ അത് പണിതിട്ടേക്കുന്നത്. 25 കൂടുതലായെന്നാണ് എനിക്ക് തോന്നുന്നത്. കെട്ടിടത്തിന്റെ പഴമ ഒട്ടും തന്നെ ചോർന്നു പോകാത്ത നിലയിലാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വീതിയുള്ള വരാന്ത, അറ്റാച്ച്ഡ് ബാത്റൂം, 2 മുറികൾ എന്നിവയാണ് ബംഗ്ലാവിലുള്ളത്. നിർമ്മാണത്തിന്റെ പ്രത്യേകത കൊണ്ടുതന്നെ വളരെ രസകരവും ആകർഷണീയവുമാണ് മുസാവരി ബംഗ്ലാവ്. ന്യൂസ് 18 പുനലൂർ. അവിടെ ഇത്തരത്തിലുള്ള ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു ബിൽഡിംഗ് ആണ് ഇതുപോലെ നിർമ്മാണം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്തതെങ്കിൽ അതിലും കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് കൊല്ലത്ത് ചിതറയിൽ ചെയ്യുന്ന കാര്യം. വീടില്ലാത്തവർക്ക് 2.5 കോടി രൂപ ചെലവിട്ട് ഇവിടെ കുറെ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരുന്നു. ഈ ഫ്ളാറ്റുകളൊക്കെ നശിച്ചു പോകുന്നതായാണ് പരാതി. 20 കുടുംബങ്ങൾക്ക് താമസിക്കാൻ നിർമ്മിച്ച ഫ്ളാറ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നു. തെങ്കാശി തിരുവനന്തപുരം അന്തർ സംസ്ഥാന പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരെ കുടിയൊഴിപ്പിച്ചിരുന്നു. അവിടെ താമസിച്ചിരുന്ന 20 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാനായി പണികഴിപ്പിച്ച ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം ഡംപ് ചെയ്യാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. 2014 അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ആയിരുന്നു ഉദ്ഘാടനം നടത്തി കുടുംബങ്ങൾക്ക് താക്കോൽ നൽകിയത്. എന്നാൽ മതിയായ സൗകര്യം ഒരുക്കി നൽകാത്തതിനാൽ കുടുംബങ്ങൾക്ക് താമസിക്കാനായില്ല. ഇവിടെ ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ LPS സ്കൂളുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ജുമാ മസ്ജിദാണ്. ഈ പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നതാണ്. ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. കുടിവെള്ള സൗകര്യമോ വൈദ്യുതിയോ ഉണ്ടായിരുന്നില്ല. കോവിഡ് കാലത്ത് ഇവിടം രോഗികളെ പാർപ്പിച്ചിരുന്നു. തുടർന്ന് വൈദ്യുതിയും കുടിവെള്ളവും എത്തിച്ചു. സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്ത ജനാലകളോ വാതിലുകളോ നന്നാക്കാൻ ചിതറ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. മെമ്പറോട് ചോദിച്ചപ്പോൾ മെമ്പർ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിന് തൊട്ട് ചേർന്ന് ഇതിന്റെ അടുത്ത ചുവരാണ് ചക്കമര LPS. പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചക്കമര LPS. ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട കൊഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ ചക്കമര LPSന്റെ തുറസായ കിണർ പോലും ഇത് മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 1/2 ഏക്കറിലധികം ഭൂമിയിൽ സ്ഥാപിച്ച ഈ 20 ഫ്ളാറ്റ് ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ശുചിമുറി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നതായി പരാതി. നഗരത്തിലെത്തുന്നവർക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. പരാതി നൽകിയിട്ടും നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇടുക്കി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്കുള്ള പാതയിലാണ് മലിനജലം ഒഴുകുന്നത്.
പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒഴുകുന്നതെന്നാണ് പരാതി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഈ ദുരവസ്ഥ. മലിനജലം പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നു. ഒരു മാസത്തോളമായി. കാരണം മഴയുള്ളപ്പോൾ ഇത് മഴയുടെ കൂടെ അങ്ങ് ഒലിച്ചു പോകും. ഇതിപ്പോൾ മഴയില്ല, വെയിലായപ്പോഴത്തേക്ക് ആ മാലിന്യം ഇവിടെ ഒഴുകി വന്നിവിടെ കെട്ടിക്കിടക്കുക. ഞങ്ങൾക്ക് ഈ ഡോറൊന്നും തുറന്നു വെക്കാനേ പറ്റത്തില്ല. ഈ കടയിൽ ഈ ബിൽഡിങ്ങിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നം. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് ഇതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ദിവസങ്ങളായി ദുർഗന്ധം വമിക്കുമ്പോഴും നഗരസഭ ഇടപെടുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വിവിധ സ്ഥാപനങ്ങളിലെ ശുചിമുറി മാലിന്യങ്ങൾ നഗരത്തിലെ ഓടകളിൽ ഒഴുക്കുന്നതായും പരാതിയുണ്ട്. ഒരു ദുർഗന്ധം മൂലം ഇതിന് നടക്കാനോ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് കാൽനട യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് ധരിച്ചു തുടങ്ങി. നഗരസഭ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കട്ടപ്പന. കായംകുളത്തെ കുരീപ്പുഴ തോട് മലിനമായി. നഗരസഭ മാലിന്യരഹിത പദ്ധതി നടപ്പാക്കുന്നതിനിടെ വിവിധയിടങ്ങളിൽ കുന്നുകൂടുന്ന മാലിന്യം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി പേർക്ക് ആശ്രയമാണ് കുരീപ്പുഴ തോട്. എന്നാൽ ഈ തോട്ടിലെ വെള്ളം ഇപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയിലാണ്. തോട്ടിൽ മാലിന്യം കുന്നുകൂടുന്നതാണ് കാരണം. മാർക്കറ്റ് പാലത്തിൽ നിന്നാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഇവിടെ CCTV ഇല്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായകമാകുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യം ഇവിടെ കൊണ്ടിടുന്നു. ഇവ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. നഗരസഭ വിവിധ മാലിന്യ നിർമ്മാർജ്ജ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കുടിവെള്ള സ്രോതസ്സിലെ മാലിന്യ നിക്ഷേപം. ഇവിടെ ജൈവമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാടുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കരിപ്പുഴ കനാൽ വളരെ മാലിന്യം നിറഞ്ഞ ഒരവസ്ഥയിലാണ്. ഇപ്പം ഈ തോടിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ തന്നെ നിരവധി മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾക്ക് ഇതിൻ്റെ അസഹനീയമായ ദുർഗന്ധം മൂലം ഇവിടെ വ്യാപാരം നടത്താൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അറവുശാലകളിൽ നിന്നുള്ള ഈ വേസ്റ്റ് സാധനങ്ങൾ ഈ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് കടകളിൽ സാധനം എടുക്കാൻ ആൾക്കാർ കയറാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി വളരെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ബോർഡൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ യാതൊരു പ്രതിഫലവും ഇല്ല. അവിടെ ഡെമ്മ് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമർക്കൊന്നും നിൽക്കാനും പറ്റത്തില്ല, സ്മെല്ല് കാരണം. പഴയ ബിൽഡിംഗ് കൊണ്ട സമയത്ത് മുനിസിപ്പാലിറ്റി വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ, പരിസര പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് ഈ തോട്ടിലാണ്. വേലിയിറക്ക സമയത്ത് മാലിന്യം കരയ്ക്കടിയും. സമീപവാസികൾ വലിയ പ്രയാസത്തിലാണ്. കർശന നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കായംകുളം. ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന സംഘടനയിലെ ഒരു പറ്റം ചിത്രകാരന്മാർ നടത്തുന്ന പഴമയിലേക്ക് ഒരു വരയാത്ര കൊല്ലം പുനലൂരിലെത്തി. കൊല്ലത്തിന്റെ 50ഓളം ചരിത്രശേഷിപ്പുകൾ ക്യാൻവാസിൽ പകർത്തുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ക്രിയേറ്റീവ് ക്യാൻവാസ് കൊല്ലം എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ മനോഹരമായ തൂക്കുപാലത്തിലെ ദൃശ്യങ്ങൾ തൂക്കുപാലത്തിൽ നിന്നുകൊണ്ട് തന്നെ വരച്ചത്. പല കലാകാരന്മാർ അവരുടേതായ ഭാവനയിലാണ് തീർത്തത്. ഇവരുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ തനത് രൂപങ്ങൾ ക്യാൻവാസിൽ പകർത്തി വരും തലമുറയ്ക്കായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി അവർ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇത് ഓരോ കലാകാരന്മാരും അവരുടേതായ ഭാവനയിലാണ് ഓരോ തൂക്കുപാലവും വരച്ചിരിക്കുന്നത്. ഇതൊരു കലാകാരന്റെ ഭാവനയിലുള്ള ഒരെണ്ണം, അങ്ങനെ അടുത്ത ഒരാളുടെ ഭാവനയിലുള്ളത് ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ചെറിയ കുട്ടികൾ വരെയുണ്ട് ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട്. അത് ചെറിയ കുട്ടികളിലെ വരച്ച ഒരു ചിത്രമാണത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി ചിത്രങ്ങൾ. ഇത് ഓരോ കലാകാരന്മാരും അവരുടേതായ ഭാവനയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. നമുക്ക് അവരെ, കലാകാരന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഈ കുട്ടിമോന്റെ പേരെന്താ? ഔഗദ്. എത്ര വർഷമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്? 1.5 വർഷമായിട്ട്. ഔഗദ് വരച്ച ഒരു ചിത്രമാണ്. അവൻ്റെതായ ഭാവനയിൽ വരച്ചതാണ്. അങ്ങനെ അവരുടെ ആ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിൻ്റെതായ തനത് രൂപങ്ങൾ ക്യാൻവാസിൽ പകർത്തി വരും തലമുറയ്ക്കായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സംഘടന വഴി ലക്ഷ്യം വെക്കുന്നത്? ഞങ്ങൾ ക്രിയേറ്റീവ് ക്യാൻവാസ് കൊല്ലം എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചു. മാസം തോറും ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ലൈവായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ക്യാൻവാസിലേക്ക് സ്കെച്ച് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൽ പല മേഖലകളിലും ഉള്ള ആൾക്കാരുണ്ട്, പല ജോലികളിലും ഉള്ളവരുണ്ട്.
ജോലികൾ ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടൊക്കെ ആയിരിക്കും വന്ന് നിന്നിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വന്നു. കുറേ ഏകദേശം നമുക്കൊരു 10-20ഓളം ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഏകദേശം 11ഓളം ആർട്ടിസ്റ്റുകൾ കൊല്ലത്തിൻ്റെ ചരിത്രത്തെ തേടിയൊന്നിറങ്ങി. ചരിത്രത്തെ തേടി ഇറങ്ങി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് കുറേയൊക്കെ നശിച്ചു പോകുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അത് നശിക്കുന്നതിന് മുന്നേ അല്ലെന്നുണ്ടെങ്കിൽ അത് കാലഹരണപ്പെടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അതൊന്ന് ക്യാൻവാസിലേക്ക് പകർത്തണമെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഈ സ്ഥലങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് ലൈവായിട്ട് തന്നെ സ്കെച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളെല്ലാം സ്കെച്ച് ചെയ്ത് വരും തലമുറകൾക്ക് നമുക്ക് ഒരു പിക്ചർ കണ്ട് ആ ചരിത്രം വായിച്ചെടുക്കുന്ന രീതിയിലേക്ക് അതെ ക്യാൻവാസിലേക്ക് നമ്മൾ പകർത്തുക. പിന്നെ അതുകൂടാതെ നമ്മൾ ആ ബിൽഡിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം അല്ലെങ്കിൽ സംഭവം വന്നത് ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടത്തിലെ വസ്ത്രധാരണ അല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ക്യാൻവാസിലേക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല ശേഷിപ്പുകളും കളറുകൾ അടിച്ച് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഒരു പ്രൗഢി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പലതും ഞങ്ങൾ കാണാനായിട്ട് ഇടയായി. അപ്പം അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമം തോന്നിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രൗഢിയൊക്കെ നിൽക്കുന്നത് ആ പഴമയുടെ ഒരു ലുക്കിൽ തന്നെയാണ്. പിന്നെ പല ബിൽഡിങ്ങുകളും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചീനക്കൊട്ടാരമൊക്കെ മൊത്തം കാടുമൂടി മരങ്ങൾ വീണ് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നോക്കാനെടുക്കാനോ ആരുമില്ല. SMB പാലസിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ തലമുറകൾ കൊല്ലത്ത് ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വരുന്ന തലമുറകൾ കൊല്ലം എന്തായിരുന്നു, കൊല്ലത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു അറിയേണ്ട പ്രാധാന്യം വളരെ ഇതായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒരു ഇതുമായിട്ട് ലക്ഷ്യമായിട്ട് ഇറങ്ങി തിരിഞ്ഞപ്പോൾ തന്നെ പലയിടത്തുനിന്നും ഒരു സാധനങ്ങളും കിട്ടാനില്ല. പലതും അവർ ഡംപ് വേസ്റ്റിൽ കളഞ്ഞു. അല്ലെങ്കിൽ ചരിത്രം ഒരു 15 വർഷത്തിലേക്ക് ബാക്കിലോട്ട് പോയ ചരിത്രത്തോളം ഒത്തില്ല. ഇപ്പോൾ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നത് ഗൂഗിളിൽ വിക്കിപീഡിയയിൽ കിട്ടുന്ന കുറച്ച് ശേഖരണം മാത്രമാണ്. പിന്നെ ആർക്കിയോളജിയിലും ആർക്കൈവ്സിലൊക്കെ ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്ക് കിട്ടാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ കുറേയൊക്കെ ചരിത്രകാരന്മാരിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ചു. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആധികാരികമായ ചരിത്രത്തിലൂടെയാണ് ഞങ്ങൾ ക്യാൻവാസിലേക്ക് ഓരോ ചിത്രങ്ങളും പങ്കെടുക്കുന്നത്. നമ്മുടെ എത്രത്തോളം ചിത്രങ്ങൾ നമുക്ക് ഇങ്ങനെ കൊല്ലത്തിൻ്റെതായ തനത് ശൈലിയിലുള്ള എത്രത്തോളം ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ സാധിക്കും? നമ്മൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 40 മുതൽ 50 വരെയുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ അത്തരം പ്രദേശങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് കുറേ നമ്മൾ പോയിട്ട് അതിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടെത്തുക മാത്രമല്ല അതിനൊരു ചരിത്രം കൂടി ഉണ്ടാവും. ആ ചരിത്രം നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില സ്ഥലങ്ങൾക്കുണ്ട്. എന്നാലും അന്ന് പിന്നെ കുറേ ചരിത്രകാരന്മാരെ നമ്മൾ കാണാനിടയാകുന്നുണ്ട്. അങ്ങനെ അവരുടെ കുറേ നിർദ്ദേശങ്ങളും പിന്നെ കിട്ടാവുന്ന ഈ ചരിത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏകദേശം 40-50 ചിത്രങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെയ്യാനായിട്ട് കൊല്ലം ജില്ലയിൽ. കൊല്ലത്തിന്റെ തനത് ശൈലിയിലുള്ള 50ഓളം ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഈ കലാകാരൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിലാണ്. അതിമനോഹരമായ രീതിയിൽ തൂക്കുപാലത്തിന്റെ ഓരോ കലാകാരുടെയും ഭാവനയിലുള്ള വ്യത്യസ്ത ചിത്രങ്ങളാണ് ഇവരോട് ഒരുക്കിയിരിക്കുന്നത്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. റോഡ് നിർമ്മാണം പാതി വഴിയിലായതോടെ ദുരിതം അനുഭവിക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് എരുവാട്ടി നിവാസികൾ. 9 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തി 2 വർഷമായിട്ടും എങ്ങും എത്തിയില്ല എന്നതാണ് നാട്ടുകാരുടെ ആക്ഷേപം. സാമാന്യം കുഴപ്പമില്ലാതെ കിടന്നിരുന്ന റോഡാണ് ടാറിങ്ങിനായി വെട്ടിപ്പൊളിച്ചത്. മേരിഗിരി മുതൽ എരുവാട്ടി വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് യാത്ര ദുഷ്കരമായത്. ഇളകിക്കിടക്കുന്ന മെറ്റലുകളിൽ കൂടി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്കാണ് കല്ലുകൾ പതിക്കുന്നത്. മഴക്കാലത്ത് ചെളിക്കുളമായിരുന്ന റോഡിൽ വേനൽക്കാലത്ത് പൊടിശല്യം രൂക്ഷമാണ്. കടകളിലും വീടുകളിലും സ്വസ്ഥമായിരിക്കാൻ പറ്റാത്ത സ്ഥിതി. പലതവണ പരാതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല. ഇവിടെ പൊടി കാരണം വളരെ വിഷമമാണ്. കച്ചവടം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ കടക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നുവെച്ചാൽ 6 മാസം അല്ല 9 മാസം കൊണ്ട് തീരുന്ന റോഡ് പണിയാണ്. അത് 1.5 വർഷമായിട്ടും ഇതുവരെ പണി തീർക്കാൻ പറ്റിയില്ല. മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. വണ്ടികളെല്ലാം ഓടാനും അതുപോലെ ബസ്സുകളെല്ലാം വരുന്ന ആഴ്ച മുതൽ ബസ് സർവീസ് വരെ നിർത്തിപ്പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജലജീവൻ മിഷന്റെ പൈപ്പുകൾ ഇതുവഴി വരാനുണ്ടെന്നും അതാണ് കാലതാമസമെന്നും അധികൃതരുടെ മറുപടി. എന്നാൽ ടാറിങ്ങിന് മുമ്പ് നടത്തേണ്ട മറ്റു പ്രവൃത്തികൾ വൈകാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിന് മറുപടിയുമില്ല. റോഡിന് 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡാണ്. അപ്പോൾ ഈ കരാർ എടുത്തിട്ട് ഇവർ ഒന്നുകിൽ KSEB അവർ പരാതി കുറ്റം പറയും, ഇല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അവർ കുറ്റം പറയും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ മഴക്കാലത്ത്
കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടുത്തെ വാഹനങ്ങൾ തുഴഞ്ഞിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. അതുപോലെ കുഴമ്പ് പരുവത്തിലെ റോഡായി കിടക്കുമായിരുന്നു. മഴ കഴിഞ്ഞു പൊടിയായി. അതുപോലെ തന്നെ ഇവിടെയുള്ള ചില ഭാഗങ്ങൾ ഇവർ മാന്തി ഇട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മാന്തിയെന്ന് അവർക്ക് പോലും അറിയില്ല. എന്നിട്ട് അവിടെ കുറേ GSP കൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കല്ല് തെറിച്ചിട്ട് അപകടം. ഈയിടെ ഒരു വ്യക്തി നടന്നു പോയപ്പോൾ ഒരു ലോറി പോയപ്പോൾ അവിടെ നിന്ന് കല്ല് തെറിച്ചിട്ട് ഒരു ചെറിയ തലമേര ഇവിടെ നേരെ ഇഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത്. അപ്പോൾ വണ്ടിക്കാരൻ നിർത്തിച്ചു വന്ന് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് അപകട സാധ്യതയാണ്. ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകളിൽ കൂടി ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരുന്നത് പ്രായമായവർക്കും കുട്ടികൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. കരാറുകാരന്റെ അനാസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെന്നാണ് ആരോപണം. ന്യൂസ് 18 ആലക്കോട്. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ വാർത്തകളിലേക്ക് പോകും മുൻപ് നമുക്ക് ഈ ദിവസത്തെ ഊർജ്ജസ്വലമാക്കാൻ നല്ല വാക്ക് കേൾക്കാം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് കടക്കും മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ ആനയെ കരകയറ്റി. മണ്ണുമാന്തി യന്ത്ര ലിമിറ്റഡ്. നമുക്ക് ഈ ലോക ജീവിതത്തിൽ സ്വർഗം മെനയാനും നരകം പണിയാനും പറ്റും. കുടുംബം ഒരു സ്വർഗമായിട്ട് മാറണമെങ്കിൽ ഏത് വിധത്തിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദാമ്പത്യത്തിൽ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഉള്ള കുടുംബജീവിതത്തിൽ ഒരുപാട് ആനന്ദം അനുഭവിക്കാൻ പറ്റും. സ്വാതന്ത്ര്യം എന്താ? സ്വാതന്ത്ര്യം ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. ഒളിച്ച ഫോൺ വിളിയില്ല, ഒളിച്ച കത്തടപാടില്ല, ഒളിച്ച സന്ദർശനങ്ങളില്ല. നേരെ വാ നേരെ പോകും. ഭാര്യ അറിയാത്ത പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു ഫ്രണ്ട് ഭർത്താവിനരുത്, ഭർത്താവ് അറിയാത്ത ഒരു പഴയ ഫ്രണ്ട് ഭാര്യയ്ക്കരുത്. എല്ലാം നേരെ വാ നേരെ പോകും. ചിലപ്പം ദാമ്പത്യത്തിൽ ഒരു അഭിപ്രായക്കേട് വരുമ്പോൾ വേറൊരു സ്ത്രീയിലേക്ക് ഭർത്താവിന് ആകർഷണം തോന്നാം. മനസ്സിന് ഭാരം വരുമ്പോൾ മറ്റൊരു പുരുഷനിലേക്ക് ഭാര്യയ്ക്ക് ഒരു താല്പര്യം തോന്നാം. അങ്ങനെ വരുമ്പോൾ കുടുംബം തകരാൻ തുടങ്ങും. ഈ പിശാചെന്ന് പറഞ്ഞാൽ ഈ വെള്ളം മറിയുമ്പോൾ ഊത്ത കയറും. ഊത്ത കയറുമ്പോൾ സമയം നോക്കി വലയെറിയും. ഇതുപോലാണ് സാത്താൻ. ഒരു കൊച്ചു പ്രശ്നം ഉണ്ടായോ അവിടുന്ന് ദമ്പതികളെ തകർക്കാൻ ശ്രമിക്കും പൈശാചികമായ ശക്തികൾ. ഇവിടെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം. ഒരു ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോട് എന്തെല്ലാം പറയാൻ പറ്റുമോ ആ സ്വാതന്ത്ര്യം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. ഒരു മൂത്ത ആങ്ങൾക്ക് എന്തെല്ലാം ഇളയ പെങ്ങളോട് പറയാൻ പറ്റുമോ ആ സ്വാതന്ത്ര്യം സ്ത്രീ ഭർത്താവിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാതന്ത്ര്യമാണ്. ചെല്ലു പറയും, എൻ്റെ അച്ചു കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒത്തിരിയായി, പക്ഷെ ഇതുവരെ എനിക്ക് ഇതിയാനെ പിടി കിട്ടിയിട്ടില്ല. ആണുങ്ങൾ പറയും, എനിക്ക് ഇവിടെയും പിടി കിട്ടിയിട്ടില്ല. കാരണം സ്വാതന്ത്ര്യമില്ല. എന്തെങ്കിലും അയൽവക്കത്തെ ഒരു പുരുഷനോട് ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവ് വരികയും പേടിച്ച് വർത്തമാനം നിർത്തിയാൽ അവൾക്ക് അവൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല. ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് വർത്തമാനം പറയുമ്പോൾ ഭാര്യ കടന്നു വരുന്നു, പെട്ടെന്ന് നിർത്തിയാൽ അതിൻ്റെ അർത്ഥം അവൻ അവരുടെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുണ്ടോ? എന്തും ഏതും പറയും, ഒന്നും പ്രശ്നമില്ല, ഒരു പരാതിയുമില്ല. ആ സ്വാതന്ത്ര്യം കണ്ടു വേണം നിങ്ങളുടെ മക്കളും വളരാൻ. മക്കൾക്ക് തോന്നണം വിവാഹം സ്വർഗമാ, എന്ത് ഫ്രീ ആയിട്ടാണ് എൻ്റെ പപ്പ മമ്മിയോട് പറയുന്നത്, എന്ത് ഫ്രീ ആയിട്ട് എൻ്റെ മമ്മി ഡാഡിയോട് പറയുന്നത്. ആ രീതി കുഞ്ഞുങ്ങൾക്കും തോന്നണം. സ്വാതന്ത്ര്യത്തിന് ബ്ലോക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കണം. ഒരു ചെറിയ തെറ്റ് പറ്റി, സാഹചര്യമനുസരിച്ച് ആ തെറ്റ് പറഞ്ഞ് മനസ്സിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യം ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അനുഭവിക്കും. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുവാൻ, അങ്ങനെ ജീവിച്ചുകൊണ്ട് കുടുംബത്തെ സ്വർഗമാക്കി നവീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ചിന്ത ഇന്ന് ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം.
ശരിക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ശരിക്കും ഭർത്താവിന് മുമ്പിൽ സ്വാതന്ത്ര്യം, ഭാര്യയുടെ മുമ്പിൽ സ്വാതന്ത്ര്യം, ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. നേരെ വാ നേരെ പോകും. അങ്ങനെ ജീവിക്കുന്ന ഒരു ക്രമം കരുപിടിപ്പിക്കുവാൻ എല്ലാ ദമ്പതികൾക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് കടക്കും മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ ആനയെ കരകയറ്റി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന് വശത്തെ മണ്ണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പോകുന്നത് തിരക്കേറിയ ചൂടേറിയ വാർത്തകളുടെ സമയത്തേക്കാണ്. ആ വാർത്തകളുടെ ഈ ദിവസം തുടങ്ങുമ്പോൾ വളരെ സംതൃപ്തി നൽകുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ഒരു റിപ്പോർട്ട് നൽകിയത്. അത് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ്, വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ്, ആശുപത്രി സൗകര്യങ്ങൾ മാത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ MICU വളരെ നിസ്സാരമായ ഒരു കാരണം കൊണ്ട് 2 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്നു. അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. MICU തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ ശുഭകരമായ ഒരു വാർത്തയോടെയാണ് ഈ ദിവസം ഞങ്ങൾ തുടങ്ങുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന് ചെറിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ജന്മാവകാശ പൗരത്വ ഭേദഗതിക്കൊരുങ്ങിയ ട്രംപിന് തിരിച്ചടി. ഉത്തരവ് സ്റ്റേ ചെയ്ത് സിയാറ്റിൽ കോടതി. ഭരണഘടനാ ലംഘനമെന്ന് ജഡ്ജി, അപ്പീൽ പോകുമെന്ന് ട്രംപ്. കഠിനംകുളത്ത് വീട്ടമ്മയെ കൊന്നത് വീട് വിട്ട് ഇറങ്ങി വരാത്തതിനാലെന്ന പ്രതി ജോൺസൺ ഓസേപ്പ്. ജോൺസനെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേക്കും. വിഷം കഴിച്ച ആശുപത്രിയിലായ ജോൺസൺ അപകടനില തരണം ചെയ്തു. ന്യൂസ് 18 വാർത്ത ഫലം കാണുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പൂട്ടിയിട്ട മെഡിക്കൽ ICU തുറക്കാൻ നീക്കം. മാസങ്ങളായി പ്രവർത്തിക്കാതെ കിടന്ന എയർ കണ്ടീഷണറുകൾ നന്നാക്കാൻ തുടങ്ങി. MICU ഇല്ലാത്തതിനാൽ 10 മാസത്തിനിടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വന്നത് 6000-ലേറെ രോഗികൾ. കംബോഡിയയിൽ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലകപ്പെട്ട് 2 മലയാളികൾ. മലപ്പുറം സ്വദേശികൾ കെണിയിൽപ്പെട്ടത് വിദേശ ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച്. യുവാക്കൾ അയച്ച ശബ്ദ സന്ദേശം ന്യൂസ് 18. എറണാകുളം അങ്കമാലി അതിരൂപത തർക്കത്തിൽ പ്രശ്നപരിഹാരം വീണ്ടും പ്രതിസന്ധിയിൽ. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെയും അംഗീകരിക്കില്ലെന്ന് വിമത വൈദികർ. ചർച്ചകൾ വഴിമുട്ടി. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. വീണ്ടും സമരത്തിലേക്കെന്ന് സൂചന. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ട്രംപിന്റെ ഉത്തരവ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് താൽക്കാലികമായി തടഞ്ഞു. 14 ദിവസത്തേക്കാണ് തുടർ നടപടികൾക്ക് സ്റ്റേ. ഇതിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. To defend democracy in America and to defend what it means to be an American citizen. We are thrilled that the court saw the seriousness and the urgency of the complaint and request for a temporary restraining order brought by the state of Washington, Oregon, Arizona, and Illinois, and are thrilled that the judge issued a temporary restraining order directing the United States government to take no further action in enforcing and implementing the unconstitutional and un-American executive order attempting to eliminate birthright citizenship in America. This is step one, but to hear the judge from the bench say that in his 40 years as a judge, he has never seen something so blatantly unconstitutional sets the tone for the seriousness of this effort. We'll take one step at a time, but I see no reason why a court of appeals or even the United States Supreme Court would reach a different decision that was reached today. This is fairly obvious. This is fairly simple.
This has been expressly determined by the United States Supreme Court, and Congress and multiple executives have looked at it and agreed. And so I was not surprised to see Judge Kuhnauer sort of dismiss the absurd. ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴും ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ തരുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത് പലപ്പോഴും കോടതിയിൽ നിന്നാകും വരിക. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. വലിയ രീതിയിൽ ഒരു പാനിക് ഉണ്ടാക്കി ആളുകളിൽ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരൊക്കെ വലിയ പാനിക് ഒക്കെ ഉണ്ടാക്കി. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അതാണ് നിറഞ്ഞു നിന്ന വാർത്ത. പക്ഷെ ഇന്നാവുമ്പോഴത്തേക്കും ഫെഡറൽ കോടതി ജഡ്ജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശം വളരെ ശ്രദ്ധേയമാണ്. 40 വർഷത്തെ കരിയറിനിടയിൽ ഇങ്ങനെ ഇത്രയും ഭരണഘടനാ ലംഘനമായുള്ള ഒരു ഉത്തരവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ്. ഇതിന്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? 14 ദിവസത്തേക്ക് മാത്രമാണല്ലോ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഇല്ലീഗൽസിന്റെ കാര്യമല്ല പറയുന്നത്, ലീഗലി കുടിയേറുന്നവരിൽ മിക്കവാറും ഉള്ള ആൾക്കാർ F1, B1, L1, H1 ഇങ്ങനെയുള്ള സ്പെസിഫിക് കാറ്റഗറി, ഇതെല്ലാം ടെമ്പററി വിസാസ് ആണ്. ആ ടെമ്പററി വിസ ഒരു മാർഗമായി കണ്ട് അതിനെ മുന്നേക്ക് പോകുമ്പോൾ അതൊരു ഇമിഗ്രന്റ് ആയത് ഗ്രീൻ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് വർഷങ്ങളായിട്ട് നമ്മൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഫാക്ട് എന്ന് പറയുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന, അത് ഏത് ഒരു കുഞ്ഞ് എവിടെ ഈ ഒരു മണ്ണിൽ ജനിച്ചാലും അതിനുള്ള ഒരു ഔട്ട്റൈറ്റ് സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു ഇവിടുത്തെ ഭരണഘടനയുടെ 14ാമത്തെ അമെൻഡ്മെന്റ് അനുശാസിക്കുന്ന ആ ഒരു റൈറ്റ് ആണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് ഇല്ലാതാക്കിയത്. അത് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ് എന്നാണ് പ്രത്യേകം മുന്നോട്ട് ചെയ്യേണ്ട കാര്യം. അത് അപ്പം അതിനെതിരെയുള്ള ഒരു വിധിയായിരുന്നു. അപ്പീലുണ്ട്. ഏകദേശം 19ഓളം കോർട്ടുകളിൽ അതിനെതിരെ ഓൾറെഡി കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിനുള്ള ഒരു ഫെഡറൽ കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ആയിരുന്നു ഇപ്പം താങ്കൾ വായിച്ചത്. അപ്പൊ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആംഗിൾ പറയുമ്പോഴത്തേക്കും ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതിയാൽ മതി. ഇത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുമ്പോൾ 2016ഉം 2024ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 2016 ട്രംപിന് വൈറ്റ് ഹൗസും കോൺഗ്രസും സെനറ്റും സുപ്രീം കോർട്ടും എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ചായ്വിലല്ലായിരുന്നു. എന്നാൽ ഇപ്പം അദ്ദേഹത്തിന് ഈ 4 ഇതിലും സുപ്രധാനമായ കാര്യങ്ങളിലും തലങ്ങളിലും ശക്തമായ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. അത് US സുപ്രീം കോർട്ട് ആയാലും സെനറ്റ് ആയാലും കോൺഗ്രസ് ആയാലും വൈറ്റ് ഹൗസ് ആയാലും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് അതിൻ്റെതായ പ്രാതിനിധ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇതൊരു കോർട്ട്, ഒരു മുന്നേക്കുള്ള ഒരു വലിയ കോർട്ട് യുദ്ധത്തിന്റെ ഒരു തുടക്കമായിട്ട് മാത്രം ഇന്നത്തെ ജഡ്ജ്മെന്റ് കരുതിയാൽ മതി. ഇതിനെ അപ്പീൽ ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു തുടക്കമായിട്ട് മാത്രം കരുതുക. എൻഡ് ഓഫ് ദ ഡേ ഇത് ഡ്രാഗ് ചെയ്ത് സുപ്രീം കോടതി ചെയ്യുമ്പോൾ സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആയിരിക്കും പരമപ്രധാനമായിരിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഇതിനകത്ത് കടമ്പകൾ പലതും കടക്കാനുണ്ട്. എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്താൽ പോലും ഒരു ഫിലബസ്റ്റർ മജോറിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ സെനറ്റിലും കോൺഗ്രസിലും മാത്രം ഇത് ഈ ഒരു ബില്ല് ഫർദർ മുന്നേക്ക് പോവുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകിച്ച് നോക്കേണ്ടതാണ്. വിച്ച് മീൻസ് 50-50 അല്ലെങ്കിൽ 47-51 എന്ന നിലയിലേക്ക് പകരം അത് 60-ലധികം ഒരു വോട്ട് കിട്ടിയാൽ മാത്രമേ സെനറ്റിൽ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ. അത് അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കൊണ്ട് അല്ലെ 2-3 മാസങ്ങൾ കൊണ്ട് തീരുമാനമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശ്രീ സജിമോൻ, ഞാൻ തിരിച്ചെത്താം. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ ഫെഡറൽ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. The birthright citizenship order. Do you have any reaction? No, obviously we'll appeal it. They put it before a certain judge in Seattle, I guess, right? And there's no surprises with that judge. Mr. President, Senators Collins and Murkowski have now said they will vote against Pete Hegseth. Are you worried about his confirmation? No, and no surprises there. It's too bad. It's the way it is. Too bad. ഡോക്ടർ സജിമോൻ, ഇന്നലെ ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു. ഈ ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ പ്രസവം നേരത്തെ ആക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, സിസേറിയൻ എല്ലാം നേരത്തെ ആക്കാൻ ആലോചിക്കുന്നു. ഫെബ്രുവരി 20ന് മുൻപ്, ഈ ഉത്തരവ് നിലവിൽ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, അതിന് വളരെ പരിഹാസത്തോടെ ട്രോളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് വളരെ വളരെ സീരിയസ് ആയ ഒരു കൺസേൺ ആണ്. ആളുകൾക്ക് ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് അവിടെ വന്ന് താമസിക്കുന്നവർക്ക്.
ഇത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം എന്താണ്? തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ആശങ്കാകുലരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം എനിക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു, ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ മാത്രം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. UK ഉണ്ടായിരുന്നത് 1981 അവർ ഇത് എടുത്തു കളഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ തൊട്ട് നെയ്ബറിംഗ് കൺട്രിയായ കാനഡയിലും സൗത്ത് അമേരിക്കൻ കൺട്രികളിലും ഇപ്പോഴും ഈ ഒരു ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതോടെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം ഇത് എങ്ങനെ ഇഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ വരുന്നത് F1 അല്ലെങ്കിൽ L1 അല്ലെങ്കിൽ H1 വിസയിലാണ്. അപ്പം ഈ വിസയിലുള്ള എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കുഞ്ഞ് ഉണ്ടാവുന്ന സമയത്ത് പേരൻസിന് എന്നാണോ ഗ്രീൻ കാർഡ് അല്ലെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ ഇവിടെ ഉണ്ടാവുന്ന പുതിയ കുട്ടിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വരുന്നത്. വിച്ച് മീൻസ് ഒരു പേരൻസ് H1 അല്ലെ L1 ഇന്നിവിടെ അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് ഗ്രീൻ കാർഡിലേക്ക് കൺവേർട്ട് ആവാൻ തന്നെ ടെമ്പററി ആയിട്ട് 3 വർഷമാണ്. നോർമലി അത് പിന്നെ അടുത്ത 3 വർഷത്തോടെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ 6 വർഷമാകും. പിന്നെ ഒരു എക്സ്റ്റൻഷനിലൂടെ അങ്ങനെ സാധാരണഗതിയിൽ ഒരു 6 തൊട്ട് 10 വർഷത്തെ ഒരു പ്രോസസ്സാണ് ഒരു നോൺ ഇമിഗ്രന്റ് വിസയെ ഇമിഗ്രന്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ചില സമയത്ത് ചില ഫാമിലിയിൽ തിരിച്ചും ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിവിടെ ഉണ്ടാകുമ്പോൾ അതൊരു അമേരിക്കൻ സിറ്റിസൺ ആവുമ്പം ടെമ്പററി വിസയിലുള്ള ആൾക്കാരുടെ ആ പ്രോസസ്സ് ഡിലേ ആയി പോയാലും ഈ കൊച്ച് അഡൾട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പേരൻസിന് വേണ്ടിയിട്ട് തിരിച്ച് ഫയൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിറ്റിസൺഷിപ്പ് കിട്ടേണ്ട ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ 2 രീതിയിലും ഇതിനെ ബാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപിന്റെ വന്നിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, ഇലക്ഷന് മുമ്പ് ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു അജണ്ടയായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെയിൻ ഒരു അജണ്ടയായിരുന്നു ഇവിടുത്തെ ഡ്രെയിൻ ദ സ്വാം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും ക്യാമ്പയിൻ ചെയ്തിരുന്നതും ഇതെല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പം നമുക്കിത് വ്യക്തമായി ക്ലാരിറ്റി ആയിട്ട് വന്നു. ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാത്രമല്ല ചെയ്യുന്നത്, ലീഗലി ഇമിഗ്രന്റ് ആയിട്ടുള്ള ടെമ്പററി വിസ സ്റ്റാറ്റസ് ഉള്ള H1, L1, B1, F1 തുടങ്ങിയുള്ള വിസ കാറ്റഗറിയും ഇത് ഇമ്മീഡിയറ്റ്ലി ബാധിക്കുന്നതാണ്. ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 1-2 മാസം കൊണ്ട് തീരുമാനമാകുന്ന ഒരു കേസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സുപ്രധാനമായ ഒരു കേസാണ്. മുമ്പേ പറഞ്ഞ ക്ലിപ്പിൽ കാണിച്ചതുപോലെ തന്നെ, ജഡ്ജ് പറഞ്ഞതുപോലെ തന്നെ, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയധികം ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇതിന് ഔട്ട്റൈറ്റ് നോ പറയാനുള്ള ഒരു കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷത്ത് ഇനിയും പല ജഡ്ജ്മെന്റുകളും വരും. അത് ചിലപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ഇത് ഡ്രാഗ് ചെയ്ത് മജോറിറ്റിയുടെ ഒപ്പീനിയന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിട്ട് ഡ്രാഗ് ചെയ്യുക എന്നുള്ളതായിരിക്കാം മേ ബി ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സ്ട്രാറ്റജി തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ സുപ്രീം കോടതി ആയിരിക്കും എടുക്കുന്നത്. മേ ബി ഇതിന് 6 months to 1 year ടൈം എന്നുള്ളതാണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ഡോക്ടർ സജിമോൻ, ഇപ്പം എല്ലാ ദിവസവും എന്തായാലും ട്രംപിന്റെ എന്തെങ്കിലും ഒരു ഉത്തരവിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അടുത്ത കുറച്ച് ദിവസത്തേക്ക്. ഇപ്പോൾ ഇന്നലെ വേൾഡ് എക്കണോമിക് ഫോറത്തെ അഡ്രസ്സ് ചെയ്ത് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അമേരിക്കയിൽ നിർമ്മിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ നൽകേണ്ടി വരുമെന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒപ്പം ഒപ്പെക്കിനോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യയോടും ഒപ്പെക്കിനോട് എണ്ണവില കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. അതായത് അദ്ദേഹം എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അത് ഓരോന്നായി നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് 2016 വ്യത്യാസവും ഇപ്പം 24 വ്യത്യാസവും എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത് 2016 അദ്ദേഹം ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ വളരെ പുതിയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള പലരും ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇപ്പൊ കിട്ടിയ പോലെ ഒരു ജം സ്റ്റാർട്ട് കിട്ടാനുള്ള ഒരു കിട്ടിയില്ലായിരുന്നു 2016. അപ്പൊ അതിന്റെയൊക്കെ കേട് തീർത്ത് അദ്ദേഹത്തിന്റെ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അത് ഒന്നൊന്നായിട്ട് വളരെ ഷോ ബീസ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ത്രൂ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരെ ഒരു കാര്യം കൂടെ എനിക്ക് ഈ ഒരു സമയത്ത് ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സമയത്തും എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പലത് സൈൻ ചെയ്താലും അതൊക്കെ അതുപോലെ തന്നെ പ്രാവർത്തികമാകണമെന്ന് നിർബന്ധമില്ല. ഡൗൺ ദ ലൈനിൽ അതിൽ പല ഓർഡറുകളും കോൺഗ്രസിലും സെനറ്റിലെ അപ്രൂവൽ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കോർട്ടിൽ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഫെയിലിയർ ആയി പോകുന്ന സിറ്റുവേഷനും അമേരിക്കയിൽ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് സ്റ്റുഡന്റ് ലോൺ വേവ് ചെയ്യുന്ന വലിയൊരു പദ്ധതി ബൈഡൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടായിരുന്നു. ഒരു തവണ ഇട്ടു, കോർട്ടിൽ അത് ചലഞ്ച് ചെയ്തു, കോർട്ടിൽ ബൈഡൻ ഫെയിലായി, പിന്നെയും വേറൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇഷ്യൂ ചെയ്തു,
അത് കോർട്ടിൽ ചലഞ്ച് ചെയ്തു. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഫെയിലായി. അങ്ങനെയുള്ള ചരിത്രവും അമേരിക്കയിലുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ഇന്ന് വേൾഡ് ഇക്കണോമിക് ഫോറത്തെ ഡാവോസിൽ അദ്ദേഹം വെർച്വൽ അഡ്രസ് ചെയ്തിരുന്നു. അപ്പം ഇലക്ഷന് മുമ്പ് 2 കാര്യങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു ഇവിടെ. ഒന്ന് മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പൊ അതിന്റെ ഒരു സബ് കോൺടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സബ്ലൈൻ ആയിട്ട് എപ്പോഴും ട്രംപ് പറയുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഡ്രിൽ ബേബി ഡ്രിൽ. ഡ്രിൽ ബേബി ഡ്രിൽ മീൻസ് ഇവിടെയുള്ള നമ്മൾ ഫോറിൻ എണ്ണയും മറ്റു കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യാതെ അമേരിക്കയിലുള്ള ഓയിലും ഗ്യാസിന്റെയും മാക്സിമം ഔട്ട്പുട്ട് എടുത്തുകൊണ്ടിട്ട് ഓയിലിന്റെ വിലയെ കണ്ടെയ്ൻ ചെയ്യുക. ഓയിലിന്റെ വില കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഇക്കണോമിയിലെ ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിനുള്ള അഡ്വൈസും കിട്ടുന്നത്. അപ്പൊ അതിലധിഷ്ഠിതമായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഡ്രിൽ ബേബി ഡ്രിൽ അത് തന്നെയായിരുന്നു. ഇവിടെയുള്ള ഫ്രാക്കിങ്ങും മറ്റു ചില കാര്യങ്ങളും നിരോധിച്ചിരുന്ന ആ ഒരു പോളിസിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തെ അഡ്രസ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞ ഒരു ഡയറക്റ്റ് കാര്യമുണ്ട്, അല്ലെങ്കിൽ ആക്ച്വലി ഇതൊരു ഡയറക്റ്റ് ത്രെട്ട് അല്ല, ഒരു വാർണിംഗ് തന്നെ പറയാൻ പറ്റും. എല്ലാ അമേരിക്കൻ കമ്പനിയോടും അദ്ദേഹം പറഞ്ഞത്, യു ഹാവ് ടു മാനുഫാക്ചർ ഇൻ അമേരിക്ക. നിങ്ങൾക്ക് അമേരിക്കൻ ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുവകൾ, ടാക്സ്, മറ്റു ഹെവി ഡ്യൂട്ടികൾ ഇട്ടിട്ട് തരുന്നതിലെ ഗവൺമെന്റ് ഒട്ടും പിന്നോക്കം പോകത്തില്ല എന്നുള്ള ഒരു ക്ലിയർ കട്ട് ആൻസർ ആണ്, അല്ലെങ്കിൽ ക്ലിയർ കട്ട് മെസ്സേജ് ആണ് ട്രംപ് കൊടുത്തത്. ഒരു കാര്യം കൂടി, ഈ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് വീണ്ടും പുതിയൊരു കാട്ടുതീ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 24 hours കഴിയുമ്പോഴും അതിന് പരിഹാരമായിട്ടില്ല. ഒരു തീയണയ്ക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെയും ഫലം കാണുന്നില്ല എന്നതാണ് പറയുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? അവിടെ നിന്ന് ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏകദേശം 30,000-ലധികം ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം അല്ലെങ്കിൽ മാറിപ്പോകണം എന്നുള്ള വാണിംഗ് ആണ് ഇപ്പോൾ LAയിലുള്ള ഗവൺമെന്റ് ആ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അഗ്നിശമിപ്പിക്കാനുള്ള എല്ലാ ആംഗിളിലുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഓർക്കണം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു വിശാലമായ ഒരു തീയാണ്. ആയിരക്കണക്കിന് ഹെക്ടേഴ്സ് ആണ് തീ ഒരേ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത്. വെതർ വളരെ ബാഡ് ആയിരുന്നു ഇന്നലെ. എന്നാൽ ഇന്നത്തെ ഒരു ഗുഡ് ന്യൂസ് ആണ് പറയാനുള്ളത്. കാരണം അവിടെ മഴ പെയ്യുന്ന ഒരു സാധ്യത കാണുന്നു. ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആയിട്ടുണ്ട്, കാറ്റിന്റെ വേഗത കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അഗ്നിശമന സേനയ്ക്ക് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഇപ്പം ആ LA കൗണ്ടിയിലുള്ള ഏരിയയിലുള്ള അഡ്മിനിസ്ട്രേഷന് പറയുന്നത്. എന്നാലും കാലാവസ്ഥയാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകാം. ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം സങ്കീർണമായിരുന്നു. ദ ഗുഡ് ന്യൂസ് എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാട്ടുതീയിലാകത്ത് ഇതുവരെ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് കത്തി നശിച്ചിട്ടുണ്ട്. LAയിലേക്ക് ആവാസ കേന്ദ്രത്തിലേക്ക് ഇത് വരും എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികൃതർ വളരെയധികം ജാഗരൂകരായിട്ട് ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷനും എടുത്തിരുന്നു. അത് ഒരു പരിധി വരെ അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മരണങ്ങളും മറ്റ് ആളപായങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഓർക്കണം, കഴിഞ്ഞ മാസം ഇതേപോലെ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 27 ആൾക്കാർ മരിക്കുകയും ഏകദേശം 15,000-ലധികം സ്ട്രക്ചേഴ്സ് തീയിലാകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് രാത്രിയിൽ, നിങ്ങൾക്ക് മോർണിംഗിൽ നമ്മൾ സംസാരിക്കുന്ന ആ സമയത്ത് ആശങ്ക ഇതായിരുന്നു, ആ ഒരു ലെവലിലേക്ക് ഇത് പോകും എന്നുള്ളതായിരുന്നു ആശങ്ക. എന്നാൽ പ്രകൃതിയുടെ കാരുണ്യം കാരണം മഴ വരുന്നുണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആവുന്നുണ്ട്, കാറ്റിന്റെ വേഗത കുറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതോടൊപ്പം വേറെ റിപ്പോർട്ടുകളും ഉണ്ട്. മറ്റു പല ഏരിയയിലേക്കും തീ വ്യാപിക്കുന്നതായിട്ട്, അല്ലെ പുതിയ തീ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. എന്നാലും പ്രകൃതി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രകൃതി തന്നെ കനിയുമെന്ന് നമുക്ക് വിചാരിക്കാം. എപ്പോഴും അങ്ങനെയാണല്ലോ, പ്രകൃതിക്ക് അതിൻ്റെതായ മെക്കാനിസംസ് ഉണ്ട്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ, രാവിലെ ഇത്ര വിശദമായി ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന്. ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണിയാണ് നമ്മളോട് വിശദമായി സംസാരിച്ചത്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ചില വാർത്തകളുണ്ട്. അത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. മുൻപൊക്കെ അത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്നുകിൽ മിഡിൽ ഈസ്റ്റ്, ദുബായ് അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ വിട്ട് റഷ്യയിലേക്ക് പോയ 2 യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമായ സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് കംബോഡിയയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലായ 2 യുവാക്കളെ കുറിച്ചാണ്.
2 മലയാളികളാണ് ഈ സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുള്ളത്. വിദേശത്ത് ജോലിക്കെന്ന് പറഞ്ഞ് ഏജൻസികൾ നടത്തിയ തട്ടിപ്പിലൂടെയാണ് മലപ്പുറം കൊളപ്പുറം സ്വദേശികളായ യുവാക്കൾ ഈ കംബോഡിയയിൽ എത്തിയത്. ആളുകളെ സാമ്പത്തിക തട്ടിപ്പിൽ കുടുക്കാനായാണ് ഇവരെ ഉപയോഗിക്കുന്നത്. രക്ഷപ്പെടാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ച് യുവാക്കൾ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചു. 1 മാസം മുൻപ് ട്രാവൽ ഏജന്റുമാർ വഴി തായ്ലൻഡിലെ പാക്കിംഗ് യൂണിറ്റിലേക്കെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ യുവാക്കൾ പുറപ്പെട്ടത്. തായ്ലൻഡിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ കംബോഡിയയിലെത്തി. ഡാറ്റ എൻട്രിക്കായാണ് ആദ്യം യുവാക്കളെ ഉപയോഗിച്ചതെങ്കിലും തങ്ങൾ വൻ തട്ടിപ്പ് റാക്കറ്റിന്റെ പിടിയിലായെന്ന് പിന്നീട് യുവാക്കൾക്ക് ബോധ്യമായി. കേരളത്തിൽ ഉൾപ്പെടെ ഫോൺ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്താനായാണ് യുവാക്കളെ ഉപയോഗിക്കുന്നത്. പക്ഷേ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറയുന്നു. എപ്പോഴും നിരീക്ഷണത്തിലാണ്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. നിരീക്ഷിക്കാൻ നിർത്തിയിരിക്കുന്നവരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ഇടപെടണമെന്നപേക്ഷിച്ച് യുവാക്കൾ കഴിഞ്ഞ ദിവസം സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചു. ഒരാളെ ഫോണിൽ നിന്ന് മാറി നിന്നാണ്ട് നിങ്ങളെ നമ്പർ തേടി പിടിച്ചുകൊണ്ട് മെസ്സേജ് വിടുകയാണ്. ഇനി അടുത്ത മെസ്സേജ് വിടാൻ നമ്മൾ ഉണ്ടാവും തന്നെ അറിയില്ല. പിന്നെ ഇതെന്താ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പറഞ്ഞാൽ വെച്ചാൽ ഇതെങ്ങാനും ലീക്കായി പോയി നമ്മളെ പേരും അഡ്രസ്സും പുറത്ത് വന്നാൽ പിന്നെ പോലെ നമ്മളെ വെക്കൂല. അങ്ങനത്തെ സീനാണ് നമ്മൾ കാണാനുണ്ട്. ഇവിടുത്തെ കമ്പനി ചൈനക്കാരാണ് ഇവർ, ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് അവരെ പറയൽ തന്നെ. നമ്മളിങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. എന്താ ചെയ്യുക? ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. നിങ്ങൾ ഇൻകാസ് വഴി എന്താ MP-മാരോട് സംസാരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല. രക്ഷപ്പെടാനോ പരാതിപ്പെടാനോ ശ്രമിക്കുന്നവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായി യുവാക്കൾ പറയുന്നു. മാലിന്യം സൂക്ഷിക്കുന്ന ഏക്കർ കണക്കിനുള്ള പ്രദേശത്താണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞവരെ പിന്നെ കണ്ടിട്ടില്ലെന്നും അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നുമാണ് യുവാവ് പറയുന്നത്. തങ്ങളുടെ വിവരം പുറത്തുവിടരുതെന്ന യുവാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് വാർത്തയിൽ ഞങ്ങൾ ഇവരുടെ മുഖം മറയ്ക്കുന്നത്. ഈ യുവാവിനെ ബന്ധപ്പെടാൻ പോലും കഴിയാത്തതിന്റെ ആശങ്കയിലാണ് സഹോദരി. ഇവിടെ എന്തൊക്കെയോ വേറെ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ തോന്നണത്. നമ്മളൊക്കെ കാര്യത്തിലാക്കിയില്ല ആദ്യം, പിന്നെ എന്നും വിളിക്കുമ്പോൾ തന്നെ പറയല് ഇവിടെ കുടുങ്ങിയതാണ്, ഇവിടെ നമ്മളെ പെടുത്തിയതാണ് ഇവര്, പിന്നെ അവരെ അങ്ങോട്ട് ആരോ വിറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും നല്ല ബേജാറായി. നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വിളിയില്ല, കൊണ്ടുപോയ ഏജന്റ് അവിടെ വിറ്റതാണെന്നാണ് പറയുന്നത്. ക്യാമ്പിൽ 100ഓളം ഇന്ത്യക്കാരുണ്ടെന്നും അതിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് യുവാവിൽ നിന്ന് വീട്ടുകാർക്ക് ലഭിച്ചത്. സഹോദരനെ രക്ഷപ്പെടുത്താൻ അധികൃതരുടെ ഇടപെടൽ തേടുകയാണ് ബന്ധുക്കൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ഷാൻ സുലൈമാൻ കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നു. കേസുകൾ മൂലം വൈറ്റിലയിലെ ഓഫീസ് അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് പുതിയ ഓഫീസ് തുടങ്ങിയത്. വിവരമറിഞ്ഞെത്തിയ ഉദ്യോഗാർത്ഥികൾ ഓഫീസിനകത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഷാൻ സുലൈമാനെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പോലീസ് അന്വേഷിക്കുന്നതിനിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ പുതിയ ഓഫീസ് ഇയാൾ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 7 സ്പൈസ് ഇന്റർനാഷണൽ എന്ന കമ്പനി തട്ടിപ്പിന് മറയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഓഫീസിനെക്കുറിച്ച് അറിഞ്ഞെത്തിയ ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഞങ്ങളിവിടെ തുറന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഞങ്ങളിത് കടം മേടിച്ചാണ് മുഴുവൻ പൈസയും കൊടുത്തേക്കണത്. അപ്പം ഈ കടക്കാർ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈ പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണോണ്ട് ഞങ്ങൾ ഇനി ഇവിടെ മരണം വരെ ഇവിടെ തന്നെ കിടക്കാനുള്ള പരിപാടിയാണ്. കാരണം ഒരു സ്ഥാപനം പൂട്ടി വന്ന് ആരും അറിയാതെ പുതിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള പൈസയും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നിന്ന് കടം മേടിച്ച പൈസ, നമ്മുടെ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെടുത്ത പൈസനെ കൊണ്ടുവന്ന് മുഴുവൻ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മളിപ്പോൾ 2.5 വർഷമായി പലിശ കൊടുത്തോണ്ടിരിക്കുക. ഈ 2.5 വർഷം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണിയെടുക്കുന്ന കാശ് കൊടുത്തോണ്ടിരിക്കുക. അത് ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. നമുക്ക് 10 പൈസ ഇതുവരെ തന്നില്ല. 2.5 വർഷമായി 7.5 ലക്ഷം രൂപ മേടിച്ചിട്ട്. അപ്പോൾ നമുക്കിത് കിട്ടാണ്ടെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. സൊസൈറ്റിയിൽ നിന്നാണെങ്കിൽ ജപ്തി നോട്ടീസ് വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എന്തെങ്കിലും തീരുമാനമാക്കണം തന്നെ ഞങ്ങളുടെ ഇത്. ജർമ്മനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ പലരിൽ നിന്നായി ഷാൻ സുലൈമാനും കൂട്ടാളി ഷൈനി മാത്യുവും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൽ മരട് പോലീസ് സ്റ്റേഷനിലും കണ്ണൂരിലുമായി നിരവധി കേസുകളുണ്ട്. ഇയാളുടെ ബിസിനസ് കൂട്ടാളി ഷൈനി മാത്യു ഒളിവിലാണ്. വിസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കംബോഡിയ ആവട്ടെ ജർമ്മനി ആകട്ടെ വളരെ കൃത്യമായി
അധികൃതർ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇത്തരം സംഘങ്ങളുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ ഇവരോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യണമെന്നൊരു അഭ്യർത്ഥന പലപ്പോഴും നോർക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരം അബദ്ധങ്ങളുടെയും തട്ടിപ്പുകളുടെയും ഒക്കെ വാർത്തകൾ കേട്ടിട്ടും നമ്മൾ വീണ്ടും അത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നപരിഹാര ചർച്ചകൾ വഴിമുട്ടുന്നു എന്നതാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ചർച്ച നിന്നുപോകുന്നത്. മെത്രോപൊലിത്തൻ വികാരിയും ആർച്ച് ബിഷപ്പുമായ ജോസഫ് പാംപ്ലാനിയെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വിമത വിഭാഗമുള്ളത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ചിലപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായേക്കാം, നീണ്ടുപോയേക്കാം, എങ്കിൽ പോലും ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഒരു സാധ്യതയൊക്കെ കണ്ടിരുന്നു. ഇത് എവിടെ വെച്ചാണ് ഇത് സ്റ്റക്കായത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ പാംപ്ലാനിയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് വിമത വിഭാഗം എടുക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ വളരെ പോസിറ്റീവായാണ് കാര്യങ്ങളെന്നാണ് തുടക്കത്തിൽ വിലയിരുത്തിയത്. വൈദികരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ചയിൽ വൈദികരുടെ പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു. ഇത് പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചു, വൈകാതെ അത് നടപ്പിൽ വരും എന്നതെല്ലാം തന്നെ അവർ പറയുകയും ചെയ്തു. ആ ഒരു പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ഒരു തടസ്സം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂപത നേതൃത്വം തന്നെ, അതിരൂപതയുടെ വക്താവ് തന്നെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പും ആർക്കും തന്നെ നൽകിയിട്ടുള്ളതായി അറിയില്ല. ജോസഫ് പാംപ്ലാനിയുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ അത് മേജർ ആർച്ച് ബിഷപ്പുമായടക്കം ചർച്ച നടത്തേണ്ടതുണ്ട്. നിലവിൽ വൈദികർക്കെതിരായ ഒരു നടപടിയും അച്ചടക്ക നടപടിയും മരവിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ചിലർക്ക് തന്നെ കൂദാശ വിലക്ക്, അതായത് കുർബാന ചൊല്ലുക, മറ്റ് ചടങ്ങുകൾ, അതിനുള്ള കൂദാശ വിലക്കടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അതിരൂപത വക്താവ് ഫാദർ ജോഷി പുതുവയുടെ വാർത്താക്കുറിപ്പടക്കം പുറത്തു വരുന്നത്. ഇത് പുറത്തു വന്നതോടുകൂടിയാണ് നീക്കങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും വിവിധ വിഭാഗം രംഗത്ത് വരുന്നത്. അൽമായ മുന്നേറ്റത്തിൻ്റെ ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ പറയുന്നു, തങ്ങൾ ഇങ്ങനെയൊരു ചർച്ചകളിലേക്കില്ല. കാരണം ഞങ്ങൾക്ക് നൽകിയ ഒരു ഉടമ്പടിയുണ്ട്, ഒപ്പിട്ട് നൽകിയ കാര്യങ്ങളുണ്ട്. ജില്ലാ കളക്ടർ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് പാംപ്ലാനിയുമായി ചർച്ച നടത്തി. അതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ തങ്ങൾക്ക് നൽകിയ ഉറപ്പുകളാണ്. ആ ഉറപ്പുകളുടെ ഒരു ലംഘനമാണ് പുതിയ വാർത്താക്കുറിപ്പ്. തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അവകാശവുമില്ല എന്ന രീതിയിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ഒരു നിലപാടെടുത്തുകൊണ്ട് പോകുന്ന ഒരാളുമായി ഇനി ചർച്ചകളിലേക്കില്ല എന്നവർ പറയുന്നു. അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മെത്രാപ്പൊലിത്തൻ വികാരി കൂടിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ അറിവോടുകൂടിയുള്ളതാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഈ ഒരു ഘട്ടത്തിൽ ഇറക്കുമ്പോൾ പിന്നെ എന്തിനാണ് ചർച്ചകൾ എന്നാണ് ഇവർ ചോദിക്കുന്നത്. തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ, ആ ഉടമ്പടി പാലിക്കാതെ ഇനി ഒരു ചർച്ചകളിലേക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഏതാണ്ട് പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ജോസഫ് പാംപ്ലാനിയുമായി നടക്കുന്ന ചർച്ചകളിൽ മെത്രാപ്പൊലിത്തൻ വികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായ അധികാരങ്ങളൊന്നുമേയില്ല. അദ്ദേഹത്തിന് ചർച്ച നടത്താൻ അത്തരം കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പുമായി കൂടിയാലോചിച്ച് സിനഡിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. അതുതന്നെയാണ് ഔദ്യോഗിക പക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഉറപ്പുകൾ നൽകിയെന്ന് പറയാൻ കഴിയുക? അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് മെത്രാപ്പൊലിത്തൻ വികാരിക്കും അറിയാം. അപ്പോൾ വൈദികർ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചകൾ പൂർണ്ണമായും തന്നെ വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന വിവിധ വിഭാഗത്തിൻ്റെ സംഘടന എല്ലാം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, തങ്ങൾ ഇനി ചർച്ചകളിലേക്കില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഒരു സമരത്തിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രക്ഷോഭ പരിപാടികളുമായിട്ട് സഭയ്ക്കകത്ത് തന്നെ മുന്നോട്ട് നീങ്ങുമോ എന്നതിലേക്കെല്ലാമാണ് പോകുന്നത്. ആർക്ക് ഇടപെട്ടുകൊണ്ട് ഇനി ഈ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ശ്രീജ. ഡാനി, കൊച്ചിയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി അത് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി എന്നതാണല്ലോ. എന്താണ് ഈ ജഡ്ജിയുടെ പിന്മാറ്റത്തിന് കാരണം? ആരായിരിക്കും പുതുതായി ഇത് പരിഗണിക്കുക?
ശ്രീജ, അതൊരു അടുത്ത ബെഞ്ചിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇന്നലെ ജസ്റ്റിസ് ഡയസ് ആയിരുന്നു അത് പരിഗണിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയതനുസരിച്ചാണ് അടുത്ത ബെഞ്ചിലേക്ക് അത് പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം കേന്ദ്രീകരിക്കുന്നത്. വഖഫ് സംരക്ഷണ സമിതിയാണ് ഇക്കാര്യങ്ങളിലൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലേക്കും അതോടൊപ്പം തന്നെ അവർക്ക് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷ അധികാരങ്ങളുമുള്ളൊരു സംവിധാനമാണ് വഖഫ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്, സ്റ്റേറ്റിന് അതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയില്ല എന്നവർ പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മുനമ്പത്ത് ഇത്തരം സാധ്യതകൾ പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനുണ്ട്. ആ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം അത് അസാധുവാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം നിയമനങ്ങൾ നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് വഖഫ് പോലുള്ള ഒരു സംവിധാനത്തിൽ, വഖഫ് പോലുള്ള ഒരു നിയന്ത്രണ ഭരണ സംവിധാനത്തിലടക്കം തന്നെ അതിൽ എങ്ങനെയാണ് ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് അധികാരപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് നിർത്തലാക്കണം, ഇത് അസാധുവാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ജസ്റ്റിസ് എൻ ഡയസിൻ്റെ ബെഞ്ചിലേക്കായിരുന്നു ഇത് വന്നത്. അദ്ദേഹം ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത്. അടുത്ത സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ അത് പരിഗണനയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ. ശരി ഡാനി. ഇതിനിടെ വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പ് അവഗണിച്ചാണ് യോഗം ചേരുന്നത്. 48 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശം സമർപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ പ്രതിപക്ഷം തള്ളിയിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപ് ബിൽ പാസാക്കാനാണ് നീക്കം. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ഡാനി പോൾ തന്നെ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, എറണാകുളം ജില്ലാ സമ്മേളനത്തിനാണ് തുടക്കമാവുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, ഇന്ന് വൈകിട്ട് കൊടിമര ജാഥയും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ എത്തിച്ചേരും. നാളെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പ്രതിനിധി സമ്മേളനത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. പിറ്റേന്ന് 27-ന് അത് സമാപിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള റാലിയോട് റെഡ് വോളണ്ടിയർ മാർച്ചും കാര്യങ്ങളുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചായിരിക്കും പൊതുസമ്മേളനം നടക്കുക. എറണാകുളം ടൗൺ ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. അതിന് മുന്നോടിയായുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളും എല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എറണാകുളത്ത് നടന്നു പോരുകയാണ്. ഇന്ന് ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. എല്ലാവരും തന്നെ ഇവിടെയുള്ള സാഹചര്യത്തിൽ ഇന്ന് കൊച്ചിയിൽ ചേരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഏതാണ്ട് 361 പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തുടരുന്ന CN മോഹനനാണ് വീണ്ടും തുടരാനുള്ളൊരു സജീവ സാധ്യത കാണുന്നത്. കാരണം അദ്ദേഹം തന്നെയാണ് ഇതിൽ 2 ടേമുകൾ പൂർത്തിയാക്കി 3ാമത്തെ ടൈമിലേക്ക് കടന്നേക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ എറണാകുളം ജില്ലയിൽ പല ഭാഗങ്ങളിലും ഈ പാർട്ടി ഒരു വിഭാഗീയത വിഷയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ കമ്മിറ്റികളടക്കം പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. ഏരിയ സമ്മേളനങ്ങളിൽ ബഹളമുണ്ടായ ഇടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഏരിയ സെക്രട്ടറിക്ക് മാറ്റുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ മേഖലയിലെല്ലാം ആ കാര്യങ്ങൾ വന്നിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി മാറ്റുന്ന രീതിയിലേക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്തു. അങ്ങനെ ചില അസ്വാരസ്യങ്ങൾ ജില്ലയുടെ ചില മേഖലകളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കൂത്താട്ടുകുളം വിഷയവുമെല്ലാം തന്നെ വന്നിട്ടുണ്ട്. കൂത്താട്ടുകുളത്ത് നടന്ന സംഭവങ്ങൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്ന രീതിയിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. എത്ര കണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അത് പൊതുജനമധ്യത്തിലൊരു ചർച്ചയായിട്ട് തന്നെ വളർന്ന സാഹചര്യം. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പൊതുവായ ചർച്ചകളിലേക്കെല്ലാം തന്നെ കടന്നേക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടി ഇവിടെ സജീവമായി ഇടപെടേണ്ട ചില വിഷയങ്ങളിലെങ്കിലും കൃത്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നേരത്തെയും തന്നെ ഏരിയ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഉയർന്നിരുന്നു. ഒപ്പം കൊച്ചിൻ കോർപ്പറേഷൻ ഭരണ സംവിധാനം
LDF നേതൃത്വം നൽകുന്ന CPM തന്നെയാണ് നെടുനായകത്വം വഹിക്കുന്നത്. പലപ്പോഴും പല വിമർശനങ്ങളും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള ചില വിഷയങ്ങളിൽ നഗരസഭ നോക്കുകുത്തിയാണ് എന്ന വിഷയങ്ങൾ വരുമ്പോഴെല്ലാം ഈ വിഷയങ്ങളിലെല്ലാം ക്രിയാത്മകമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ട് ഇടപെടാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞു എന്നൊരു ചോദ്യമെല്ലാം കഴിഞ്ഞ കുറെ ഈ സമ്മേളന കാലയളവിലെല്ലാം എന്തായാലും ഇന്ന് CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി IC ബാലകൃഷ്ണൻ MLA ഇന്നും ചോദ്യം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ചോദ്യം ചെയ്യൽ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ ആരംഭിച്ചതാണ് ചോദ്യം ചെയ്യൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഒരു കുറ്റസമ്മതം, ഇക്കാര്യത്തിൽ DCCക്ക് വീഴ്ച പറ്റി എന്ന് പറയുന്ന ഒരു കുറ്റസമ്മതവും നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രതിരോധം തീർക്കുന്ന ഒരാളായി മാറിയത് IC ബാലകൃഷ്ണൻ തന്നെയാണ്. പ്രത്യേകിച്ചും CPM അടക്കമുള്ള ആളുകൾ IC ബാലകൃഷ്ണനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കരാർ രേഖ പുറത്തു വന്നിരുന്നു. അതിൽ IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പണം വാങ്ങിയതെന്ന് NM വിജയൻ ആ കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് പുറത്തു വന്ന ആത്മഹത്യാക്കുറിപ്പിലും ഈ IC ബാലകൃഷ്ണന്റെ ഇടപാടുകളെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന രീതിയിൽ തന്നെയായിരുന്നു പരാമർശങ്ങൾ ഉള്ളത്. ഒപ്പം ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ശുപാർശ കത്ത് നൽകിയ ചില കത്തുകളും ഇതിനകം പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് തന്നെ IC ബാലകൃഷ്ണൻ തിരിഞ്ഞിരുന്നു. പക്ഷേ കോടതിയിൽ സമീപിച്ചപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസെടുത്തതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഒളിവിലേക്ക് പോവുകയും ചെയ്തു. ഈ കേസന്വേഷണത്തിന്റെ ആദ്യ ഭാഗമായി ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും പോലുള്ള മുതിർന്ന നേതാക്കളെ ആദ്യം ചോദ്യം ചെയ്തു. അവർക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. 3 ദിവസമാണ് ND അപ്പച്ചനെയും ഒപ്പം ഗോപിനാഥിനെയും ചോദ്യം ചെയ്ത്. ഇതിനുശേഷമാണ് നിയമസഭ നടക്കുന്നതിൻ്റെ ഒരു പരിഗണന കൂടി നൽകുകയാണ് കൂടുതൽ സമയം IC ബാലകൃഷ്ണന് നൽകുകയും ചെയ്ത്. ഇന്നലെ രാവിലെ 10 മുതൽ 4 മണി വരെ ചോദ്യം ചെയ്തു. ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ. അതുമായി ബന്ധപ്പെട്ട ചോദ്യാവലികളാണ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിൽ സ്വീകരിച്ചത്. NM വിജയനെ പണം വാങ്ങാൻ NM വിജയനെ താൻ ഒരു കാലത്തും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒപ്പം ഒരു തരത്തിലുള്ള അഴിമതിയും ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് താൻ നൽകിയിട്ടില്ല. തനിക്ക് NM വിജയൻ പണം കൈമാറി സംബന്ധിച്ച എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന, അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇല്ല എന്ന കാര്യവും അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞു. ഒരു ട്രഷറർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ എന്ന തരത്തിനപ്പുറം മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ NM വിജയനുമായി ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും അന്വേഷണ സംഘം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ND അപ്പച്ചനും ഗോപിനാഥിനും നൽകിയ മൊഴികൾ വളരെ വിശദമായി പരിശോധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ മൊഴികൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ 3 പ്രതികളും നൽകുന്നുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ പരിശോധന നടത്തിയ ശേഷമാവും ഇന്ന് രാവിലെയുള്ള ചോദ്യം ചെയ്യൽ നടത്തുക. എന്തായാലും 3 ദിവസം IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിനും അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇന്നും വൈകുന്നേരം വരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച് നാളെ വീണ്ടും വരുത്താനാണ് സാധ്യത. പിന്നീട് നാളെ വൈകുന്നേരത്തോടുകൂടി IC ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചേക്കും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഇനി അതിരപ്പള്ളിയിലേക്ക് പോകാം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആന കാടിറങ്ങി ചാലക്കുടി പുഴയുടെ തീരത്തേക്കാണ് ആന എത്തിയത്. ഈ ആനയ്ക്കൊപ്പം മറ്റാനകളുമുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാവുന്നത് പുഴയുടെ ഭാഗത്ത് നിൽക്കുന്ന ആനകളെയാണ്. അനുമോദ്, ഇന്നലെ കാടിനകത്ത് ആനയുള്ളതായിരുന്നു ദൗത്യത്തിന് പ്രശ്നം. ഇതിപ്പോൾ പക്ഷെ കൂടെ മറ്റ് ആനകൾ കൂടി ഉണ്ടല്ലോ. എന്താണ് നമുക്ക് രാവിലെ അവിടെ നിന്നുള്ള ദൃശ്യം എന്താണ് വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആന രാവിലെ ചാലക്കുടി പുഴയുടെ തീരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആന ഒറ്റയ്ക്കല്ല, 4 ആനകൾ കൂടെയുണ്ട്. അതായത്
ഈ ഒരു മിഷൻ കുറെ കൂടി ദുഷ്കരമാവുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം ഈ ദൗത്യം തുടങ്ങിയ ആദ്യ ദിവസം ആനയെ കണ്ടെത്തിയ അതേ തുരുത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് മറ്റേ മുളങ്കാടുകളൊക്കെ ഉള്ള ആ ഒരു മേഖലയിലാണ്, ആ തുരുത്തിലാണ് ഇപ്പോൾ ആന ഉള്ളത്. ആനയുടെ കൂടെ മറ്റാനകളുണ്ട്. നമ്മൾ ആ ആന മുറിവിലേക്ക് വെള്ളം ഒഴിക്കുന്നതും ഒക്കെ കാണാൻ ആ ദൃശ്യങ്ങളിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആനയെ ഇനി രണ്ട് തരത്തിലാണ് ഇനിയുള്ള വെല്ലുവിളികൾ. ഒന്ന്, ഈ ആനയെ ആ കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തുക. രണ്ട്, ഈ ഡാർട്ട് ചെയ്യാൻ, അതായത് മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ആ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ആനയെ കൊണ്ടുപോവുക. ഈ രണ്ട് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ മുൻപിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ആദ്യ ദിവസം ഈ ദൗത്യസംഘം ഇതുപോലെ ഈ ഒരു തുരുത്തിന്റെ മേഖലയിൽ നിന്നും ആനയെ റബ്ബർ എസ്റ്റേറ്റിന്റെ മേഖലയിലേക്ക്, റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഓടിച്ചപ്പോൾ ആ മേഖലയും കഴിഞ്ഞ് ഉൾവനത്തിലേക്ക് പോവുകയാണ് ആന ചെയ്തത്. തുടർന്ന് ഇന്നലെ ഒന്നും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൾവനത്തിലേക്ക് ആന പോകാതെ റബ്ബർ പ്ലാന്റേഷന്റെ മേഖലയിൽ തന്നെ ആനയെ നിർത്തി അവിടെ വെച്ച് മയക്കുവെടി വെച്ച് അതിന് ചികിത്സ നൽകുക എന്നുള്ള ലക്ഷ്യമാകും വനംവകുപ്പിനുമുള്ള. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആനയെ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യ ദിവസം ആന ഒറ്റയ്ക്കായതുകൊണ്ട് അത് കുറെ കൂടി എളുപ്പമായിരുന്നു ആ ഒരു ലക്ഷ്യം. പക്ഷേ ഇന്നിപ്പോൾ ആനയെ കൂട്ടത്തിൽ നിന്ന് മാറ്റി അവിടേക്ക് കൊണ്ടുപോയി ഇത് ചെയ്യുക എന്നുള്ളത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ കുറെ കൂടി ദുഷ്കരമാണ്. പക്ഷേ ആനയെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുഭകരമായ ഒരു കാര്യം. ഡോക്ടർ അരുൺ സക്കറിയ നമുക്കറിയാം, അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് മിഷൻ ഇതിനു മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുടെ സംഘവും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാല പരിചയങ്ങളൊക്കെ ഇതിന് തുണയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു അദ്ദേഹത്തിൻ്റെ സംഘത്തെയും അനുഭവ സമ്പത്തും ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും എന്താണെങ്കിലും ഇന്ന് ഈ ഒരു മിഷൻ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം വനംവകുപ്പിന് നൽകുന്നുണ്ട്. എന്നാണെങ്കിലും വനംവകുപ്പിൻ്റെ സംഘാംഗങ്ങൾ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നാം ബ്ലോക്കിൽ, അതായത് പ്ലാന്റേഷൻ്റെ ഒന്നാം ബ്ലോക്കിൽ നിന്ന് വേണം ഇവിടേക്ക് വരുവാൻ. എന്താണെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ മിഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഉൾവനത്തിലും അതുപോലെ തന്നെ ഈ ഒരു 6-7 ബ്ലോക്കുകളായി തിരിച്ചിട്ടുള്ള വനത്തിൻ്റെ വിവിധ മേഖലകളിലൊക്കെ വിശദമായിട്ട് തന്നെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ തന്നെ ആന വെള്ളം കുടിക്കാൻ ചാലക്കുടി പുഴയുടെ തീരത്ത് വന്നിട്ടുണ്ട്. അതും കൂട്ടാനകളുടെ കൂടെ എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ദൗത്യം മുന്നോട്ട് പോകും. പക്ഷേ ദൗത്യത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ആന മറ്റ് ആനകളുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇനി വനാന്തർ ഭാഗത്തേക്ക് പോകാതെ ആനയെ റബ്ബർ പ്ലാന്റേഷന്റെ ഭാഗത്ത് നിർത്തി മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. ശ്രീജ, ഞാൻ മടങ്ങിയെത്താം അനുമോദ്. അത് കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. ഒരു പക്ഷേ ആന ഒറ്റയ്ക്കല്ല, 4 പേർ കൂടെയുണ്ട്. ആനയെ സംബന്ധിച്ച് ഇത് ആക്രമിക്കാനാണോ രക്ഷിക്കാനാണോ എന്നൊന്നും മനസ്സിലാവില്ലല്ലോ. എന്തായാലും 4 പേരുടെ കൂട്ടിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഈ ദിവസം വളരെ കൗതുകത്തോടെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയം ഇന്നലെ രാത്രി ഇതുപോലൊരു രക്ഷാദൗത്യം നമ്മൾ കണ്ടു. അത് മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ നിന്നായിരുന്നു. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് പോയ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ, മറ്റേ കൊമ്പനെ താഴേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചതെങ്കിൽ ഈ കൊമ്പൻ തിരിച്ചു വരാതിരിക്കാൻ നടപടികൾ ശക്തമാക്കുകയാണ് വനംവകുപ്പ്. വനാതിർത്തിയിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ആന തിരിച്ചു വരുമെന്ന സൂചന ലഭിച്ചാൽ വനാതിർത്തിയിൽ കുങ്കിയാനകളെ നിയോഗിക്കും. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ആന തിരിച്ചിറങ്ങി വരുമോ എന്ന പേടിയിലാണ്. ഇപ്പോൾ നാട്ടുകാരുടെ എങ്ങനെയാണ് വനംവകുപ്പ് സമാധാനിപ്പിക്കുന്നത്? ഈ ആന തിരിച്ചു വരാതിരിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ശ്രീജ, നമ്മൾ മുമ്പ് ആതിരപ്പള്ളിയിൽ കണ്ട പോലെ ഇനിയിപ്പോൾ കാട്ടിലേക്ക് പോയ ശേഷം കൂട്ടമായി മറ്റ് ആനകളെയും കൂട്ടി തിരിച്ചു വരുമോ എന്നടക്കമുള്ള പല ആശങ്കകളും ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയിരുന്നു. അവർ 20 മണിക്കൂറോളമാണ് ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്ന ദൗത്യം വൈകിപ്പിച്ചത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ വലിയ നാശം വിതയ്ക്കുന്നു, അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണം, അതിൽ
കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചിട്ടുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞതോടെ ആനയുടെ ആരോഗ്യനില മാറുന്നു. വനംവകുപ്പിലെ ഡോക്ടർമാർ ആനയെ പുറത്തു നിന്ന് പരിശോധിക്കുമ്പോഴും അതിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ ശോഷണം ഉണ്ടായി എന്ന് കണ്ടെത്തുന്നു. ഇതിനുശേഷം പിന്നീട് മാരത്തോൺ ചർച്ചകളാണ് സബ് കളക്ടറുടെയും DFOയുടെയും ഒക്കെ നേതൃത്വത്തിൽ നാട്ടുകാരോട് നടത്തിയത്. സ്ഥലത്തെ വൈദികരടക്കമുള്ള മറ്റ് പ്രധാന നേതാക്കളെയൊക്കെ ഇടയ്ക്ക് ഈ സന്ധി സംഭാഷണത്തിന് നിയോഗിക്കുന്നു. അങ്ങനെ ആനയുടെ ഒരു ആരോഗ്യനിലയെപ്പറ്റി കൃത്യമായൊരു വിവരം നാട്ടുകാർക്ക് നൽകുകയും ഇനി വൈകിയാൽ ആന ചത്തുപോകും എന്ന കാര്യം കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു അയവുള്ള സമീപനം സ്വീകരിച്ചത്. ഏറ്റവും പ്രധാനമായി നൽകിയ ഉറപ്പുകൾ എങ്ങനെയാണ്? ഒന്ന്, ഉൾക്കാട്ടിലേക്ക് ആനയെ രാത്രി തന്നെ കയറ്റിവിടും. കാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ 24 മണിക്കൂറും വനപാലകരുടെ കൃത്യമായി കാവലുണ്ടാവും. അവർ ഈ തോക്കുകളും മറ്റു പടക്കവുമൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുക. അതുകൊണ്ട് ആന ആ മേഖലയുടെ തിരിച്ചു വന്നാൽ പടക്കം പൊട്ടിച്ചും മറ്റും വിരട്ടിയൊക്കെ കാട്ടിലേക്ക് തന്നെ തിരിച്ചോടിക്കും. മറ്റൊന്ന്, ആനയുടെ സാന്നിധ്യം പുറത്തേക്ക് വരുന്നു എന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ കുങ്കിയാനകളെ സ്ഥലത്ത് വിന്യസിക്കും. ഈ കുങ്കിയാനകൾ കാട്ടിനുള്ളിലേക്ക് ആനകളെ തുരുത്തി ഓടിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അത്തരത്തിൽ കുങ്കിയാനകളെ വിന്യസിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒപ്പം ഈ സ്ഥലമുടമയുടെ കിണർ പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം മറുവശത്തു നിന്നും ഒരു കിടങ്ങ് പോലെ ഉണ്ടാക്കി വലിയ കുഴി തീർത്താണ് ആന ആ വഴിയിലൂടെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ആ കിണർ പൂർണ്ണമായും ഉപയോഗശൂന്യമായ അവസ്ഥയാണ്. 1.5 ലക്ഷം രൂപ കിണർ കുഴിക്കാനായി, പുതിയ കിണർ നിർമ്മിക്കാനായി നൽകുമെന്നും അറിയിച്ചു. ആ പണം ഇന്ന് കൈമാറും എന്ന് ഇന്നലെ തന്നെ DFO പറയുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് താൽക്കാലികമായ സമരത്തിൽ നിന്നും അവർ പിന്മാറിയത്. ഒപ്പം ഈ വനാതിർത്തിയിൽ അതായത് ആനകളും മറ്റ് ജീവികളുമൊക്കെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്ന ഇടത്ത് വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 കോടി രൂപ ഇതിനായി ചെലവഴിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇന്ന് കളക്ടർ നാട്ടുകാരുമായി നടത്തുകയും ചെയ്യും. എന്തായാലും ഈ ഉറപ്പുകളുടെ ഒരു പിൻബലത്തിലാണ് അവർ ഈ വനംവകുപ്പിന്റെ വാക്ക് വിശ്വസിച്ച് ആനയെ കടത്തിവിടാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ശ്രമകരമായ ഒരു ദൗത്യമാണ്. 2 മണിക്കൂർ നീളുന്ന 60ഓളം വനപാലകർ ഉൾപ്പെടുന്ന ഒരു ദൗത്യമാണ് നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള 100 കണക്കിന് ആളുകൾ അതിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യം 2 വട്ടം ഈ കിടങ്ങിലൂടെ പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം ആനയുടെ ഭാഗത്തു നിന്നും നടത്തിയെങ്കിലും മുൻകാലുകൾക്കൊപ്പം പിൻകാലുകൾ ഉയർത്താൻ പറ്റാതെ വന്നതോടുകൂടി ആനയ്ക്ക് വീണ്ടും കുഴിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ കിണറിനുള്ളിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഈ വനപാലകർക്കടക്കം ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ ആനയ്ക്ക് എന്തെങ്കിലും കാര്യമായ പരുക്കൾ ഉള്ളതുകൊണ്ടാണോ പുറത്തേക്ക് എത്താൻ കഴിയാത്തതെന്നൊരു ആശങ്ക വന്നിരുന്നു. തുടർന്ന് ഈ പനമ്പട്ടയും ഓലയും തെങ്ങിൻ്റെ ഓലയും ഒക്കെ നൽകി ഭക്ഷണം എന്ന രീതിയിൽ നൽകിയെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും എടുക്കാൻ ആന തയ്യാറായില്ല. ഏത് വിധേനയും ഈ കുഴിക്ക് പുറത്തേക്ക് മാറുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു ആനയും ഉണ്ടായിരുന്നത്. പിന്നീട് ഈ മണ്ണ് മാന്തി യന്ത്രത്തിൻ്റെ യന്ത്രക്കൈയിൽ പിടിച്ച് പുറത്തേക്ക് വരാനുള്ളൊരു നീക്കം ആനയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ നിരവധി തവണ നടത്തിയ പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ആന പുറത്തേക്ക് എത്തിയത്. എന്തായാലും പുറത്തേക്കുള്ള ഓട്ടത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കിയത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കില്ല എന്നതാണ്. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരു നിരീക്ഷണം ഇനി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി വനംവകുപ്പ് ഒരുക്കിയ ഒരു പാതയിൽ കൂടി തന്നെയാണ് 300 മീറ്റർ നീളമുള്ള ആ മേഖലയിലൂടെയാണ് വനമേഖലയിലേക്ക് ഓടിപ്പോയത്. ഈ ആന പോകുന്ന വഴിയുടെ ഇരുവശത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരുന്നു. അവർ ഈ പടക്കം മറ്റും പൊട്ടിച്ചൊക്കെ ആനയുടെ ഒരു ദിശ കൃത്യമായി നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ കാട്ടിലേക്ക് അർദ്ധരാത്രിയോടുകൂടി തന്നെ ആന എത്തിയിട്ടുണ്ട്. വനപാലക സംഘം ഈ അതിർത്തിയിൽ ഇപ്പോഴും കാവൽ നിൽക്കുകയാണ്. പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അവിടെ നിന്നും തുരത്തി കാട്ടിലേക്ക് തന്നെ ഓടിക്കും. എന്തായാലും ഈ നിമിഷം വരെ മറ്റ് കാട്ടാനകളോ അല്ലെങ്കിൽ ഇന്നലെ എത്തിയ കാട്ടാനക്കൂട്ടങ്ങളോ ഒന്നും ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീക്കം നടത്തുന്നില്ല. 7 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടമായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ മിനിയാന്ന് രാത്രി എത്തിയത്. നാട്ടുകാർ ഈ ആനകളെ പടക്കം പൊട്ടിച്ച് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആന കിണറ്റിൽ വീണതെന്നാണ് കരുതുന്നത്. എന്തായാലും വനപാലകർ ആ സമയം മുതൽ സ്ഥലത്തുണ്ട്. നിലവിലും ജാഗ്രത ശക്തമായി തുടരുന്നു. വലിയ ആശ്വാസം ഇന്നലത്തേത്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ആനയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. ആനയെ സുരക്ഷിതമായി കരക്കെത്തിക്കണം. അതിനുശേഷം ഇപ്പോൾ കാട്ടിലേക്ക് കയറ്റിവിട്ട ആന തിരിച്ചു വരാതിരിക്കാൻ നോക്കണം. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇന്നലത്തെ ദിവസം മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ വളരെ ശ്രമകരമായിരുന്നു. സമാനമായ മറ്റൊരു ദൗത്യത്തിലാണ് അതിരപ്പള്ളിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അതിരപ്പള്ളിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരേ ദിവസം 2 വാർത്തകൾ നിറയുന്നത്, ഒന്ന് ആനയെ കാട് കയറ്റാനുള്ള ശ്രമവും മറ്റേത് ആനയെ തിരിച്ച് കാട്ടിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ചികിത്സ നൽകാനുള്ള ശ്രമവും. അങ്ങനെ 2 വളരെ വൈരുദ്ധ്യമുള്ള 2 വാർത്തകളാണ് ഇന്നലത്തെ ദിവസം നമ്മൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ആ ആനകൾ വരുന്നത് കാണാം. ഇന്ന് രാവിലെയാണ് കാട് കയറിപ്പോയ മസ്തകത്തിൽ പരിക്കേറ്റ ആന മറ്റ് ആനകളുടെ കൂടെ തിരിച്ചു വന്നിട്ടുള്ളത്. അതിരപ്പള്ളിയിൽ നിന്നുള്ള
വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചാലക്കുടി പുഴയിലൂടെയാണ് ഇപ്പോൾ ഈ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു തുരുത്തിലായിരുന്നു ഈ പരിക്കേറ്റ ആന നിന്നിരുന്നത്. അവിടെ വെച്ചാണ് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷെ ആന വളരെ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. ഇന്നലെ മുഴുവൻ ആ ആനയെ കണ്ടെത്താനുള്ള ശ്രമം നടന്നിരുന്നു. ഇപ്പോൾ ഇതാ ആന കൂടെ മറ്റ് 4 ആനകളെയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അനുമോദ്, ഇത് ദൗത്യത്തിൽ നമുക്കിപ്പോൾ ഇങ്ങനെ രാവിലെയാണ് വളരെ ലൈറ്ററായി ഇതൊക്കെ പറയാമെങ്കിലും ദൗത്യത്തെ സംബന്ധിച്ച് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ 4 ആനകൾ ഉള്ളപ്പോൾ അതിൽ ഒരാനയെ ഡാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മലപ്പുറത്തെ വാർത്തകൾ കേട്ടില്ലേ? അപ്പം ഇന്ന് അനുമോദ് അതിരപ്പള്ളിയിലാണെന്നേ ഉള്ളൂ. മലപ്പുറത്താണെങ്കിൽ അനുമോദ് നോക്കേണ്ട വാർത്തയാണ്. 2 വളരെ വൈരുദ്ധ്യമുള്ള 2 വാർത്തകൾ അല്ലേ? തീർച്ചയായും ഈ മലപ്പുറത്താണെങ്കിലും അതിരപ്പള്ളി ആണെങ്കിലും ആനകളാണ് വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് ഇനി ആന ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ആ ആനയുടെ വാർത്തകളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ട അതിരപ്പള്ളിയിലെ വിശേഷങ്ങളാണ്. ഇതിൽ ശ്രീജ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആനയെ ഒറ്റപ്പെടുത്തി അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും PT-7 ദൗത്യത്തിൻ്റെ സമയത്തൊക്കെ അത് നേരിട്ട് കണ്ടതാണ്. ആനയെ കൂട്ടത്തിൽ നിൽക്കുന്ന ആനയെ ഒറ്റപ്പെടുത്തി വേണം ഇത് ചെയ്യുവാൻ. അതല്ലെങ്കിൽ ആനകൾ ഒരുപക്ഷെ കൂട്ടമായിട്ട് ആക്രമിക്കുകയോ ഒരുമിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക് കയറി പോവുകയോ ചെയ്യും. അപ്പോൾ ഒപ്പമുള്ള ആനകളെ ഓടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എത്രമാത്രം ശാസ്ത്രീയത ഉണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ആനകൾ ഒരു സാമൂഹ്യ ജീവി, മനുഷ്യനെ പോലെ തന്നെ സാമൂഹികമായിട്ട് നിൽക്കുന്ന ഒരു ജീവിയാണ്. ഒരു കൂട്ടമായിട്ടാണ് എപ്പോഴും ജീവിക്കുക. അപ്പോൾ ഈ ഒരു ആനയുടെ പരിക്കും ഈ ആനയുടെ ശാരീരിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആനയെ മറ്റാനകൾ കൂടെ കൂട്ടിയതാണോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിമർശിക്കാം. അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആന വനം വകുപ്പിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് പറമ്പിക്കുളം മേഖലയിൽ നിന്ന് വന്ന ഒരു ആനയാണ് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു ആനയുടെ ശൈലിയും സ്വഭാവവും അതിൻ്റെ ഭക്ഷണ രീതിയെല്ലാം കണ്ട് നിരീക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി മേഖലയിലെ ആനകൾ ഏറ്റവും അധികം എണ്ണപ്പനയാണ് കഴിക്കുന്നത്. അതിൻ്റെ പനങ്കുലയും അതിൻ്റെ പട്ടയും ഓലയും ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഈ ആന അധികം കഴിക്കുന്നത് ആ പുല്ലും അതുപോലെയുള്ള ഈറ്റ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ ഒരു ഭക്ഷണ ശൈലിയുള്ളത് പറമ്പിക്കുളം മേഖലയിലെ അല്ലെങ്കിൽ അതിരപ്പള്ളി മേഖലയിലുള്ള ആനകളുടേത് പോലെയല്ല. എന്നിരുന്നാൽ പോലും ഈ ആനകൾക്ക് ഇടയിലുണ്ടായ ഒരു സംഘർഷത്തിൽ ഇതിന് പരിക്കേൽക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ ആന ആ മേഖലയിൽ തന്നെ തുടരുന്നു. മറ്റാനകളുമായിട്ട് ഒരുമിച്ച് പോകുന്നു. അത് ഒറ്റപ്പെട്ടു പോകുന്നില്ല, ഒറ്റയാനായിട്ട് നടക്കുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഈ ആനകൾ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക ജീവിയാണ് ആന എന്ന് പല വിദഗ്ധരും നിരീക്ഷകരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ആനയുടെ ഈ കൂട്ടം കൂടിയുള്ള നടക്കുന്ന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരു ആനയെ മറ്റ് ജീവികൾ ആക്രമിക്കുക, മറ്റാരെങ്കിലും അതിനെ എതിർക്കുകയോ ചെയ്യുമ്പോൾ ഈ ആനകൾ കൂട്ടമായിട്ടാണ് അതിനെ പ്രതിരോധിക്കുക. സമാനമായൊരു സാഹചര്യം തന്നെയായിരിക്കും ഈ ആനയെ ഡാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ കാണേണ്ടി വരും. കാരണം മറ്റാനകളിൽ നിന്നും ഇതിനെ മാത്രം ഒറ്റപ്പെടുത്തി അതിനെ മയക്കുവെടി വെച്ച് ഒരു 3-4 മണിക്കൂർ ദൈർഘ്യം വരുന്ന ആ ഒരു ചികിത്സാ നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആനയെ അവിടുന്ന് മാറ്റി നിർത്തുകയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം ആനയെ ഉൾവനത്തിലേക്ക് കയറി പോകാതിരിക്കാനുള്ള നടപടികൾ കൂടി കൈക്കൊള്ളുക എന്നുള്ളതാണ്. ആദ്യ ദിവസം ഈ ആളുകളുടെ സാന്നിധ്യമൊക്കെ ഈ ആനയെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതൊക്കെ ആനയെ പേടിപ്പിക്കുന്നതാണ്. കൂടുതൽ ആളുകളുടെ സാന്നിധ്യവും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും. അപ്പോൾ പൂർണ്ണമായിട്ടും ആളുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ വനാന്തർ ഭാഗത്തേക്ക് പോകാതെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിൽ തന്നെ നിർത്തി ചികിത്സ നൽകാനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെയൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും കൂടുതൽ വൈദ്യ സംഘത്തിലുള്ളവരൊക്കെ ഇതിൽ ഉൾപ്പെടും ഇന്നത്തെ ദിവസത്തെ ദൗത്യത്തിൽ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. മാധ്യമങ്ങൾക്ക് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ
ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത് ചാലക്കുടി പുഴയുടെ തീരത്തായതുകൊണ്ടാണ്. ഇനി അത് ഉൾക്കാട്ടിലേക്കോ ആ റബ്ബർ പ്ലാന്റേഷൻ്റെ ഭാഗത്തേക്കോ പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കും തന്നെ അതിനെ കാണാൻ കഴിയില്ല. കാര്യം അവിടേക്കുള്ള വഴിയെല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വനം വകുപ്പ് കൃത്യമായ ഇടവേളകൾ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ദൗത്യത്തെ സംബന്ധിച്ച് ആനയെ കണ്ടെത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ വെല്ലുവിളി നിറയുന്ന സാഹചര്യം അത് ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ടാണ് എന്നുള്ളതാണ്. ശ്രീജ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ആനയെയും ഒപ്പം ആനയുടെ കൂടെ ഇറങ്ങി വന്ന മറ്റാനകളെയും ഒക്കെ കാണാം. രാവിലെ അതിരപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ചാലക്കുടി പുഴയിൽ ഇപ്പോൾ വെള്ളം കുടിക്കാനെത്തിയ ആനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഒരാനയ്ക്കാണ് മസ്തകത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ ആനയുടെ ചികിത്സയാണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം കൂടെയുള്ളത് കൊണ്ട് തന്നെ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. പക്ഷേ ദൗത്യം വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. CV അനുമോദാണ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് കടക്കും മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ ആനയെ കരകയറ്റി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന് വശത്തെ മണ്ണ് നീക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 60-അംഗ സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. സ്ഥലത്തു നിന്ന് നാട്ടുകാരെ ഒഴിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 20 മണിക്കൂറിന് ശേഷം കാട്ടുകൊമ്പൻ അങ്ങനെ കിണറ്റിൽ നിന്ന് കര കയറിയിരിക്കുകയാണ്. കൊമ്പൻ ഉൾക്കാട്ടിലേക്ക് പോയോ അതോ അവിടെ തന്നെ തുടരുകയാണോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുസരിച്ച് തീർച്ചയായും ആഹ്ലാദകരവും ആശ്വാസകരവുമായ ഒരു വിവരം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. കാരണം 20 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കൊമ്പൻ കാട്ടിലേക്ക് ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഏതാണ്ട് കൊമ്പനേക്കാൾ താഴ്ചയുള്ള 25 അടി താഴ്ചയോളമുള്ള ഒരു കിണറ്റിലാണ് കൊമ്പൻ അകപ്പെട്ടത്. ഇതിനുശേഷം മണ്ണുകൾ മാറ്റി, അതായത് ഈ കിണറിനോട് ചേർന്നുള്ള മണ്ണ് മാറ്റിയ ശേഷം കൊമ്പനെ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കമായിരുന്നു നടത്തിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ 2 കാലുകളും ഊന്നി മുന്നോട്ട് കുതിച്ച് തുമ്പിക്കൈ കൊണ്ട് മുന്നോട്ട് പാഞ്ഞ കൊമ്പന് പക്ഷേ മുന്നോട്ട് കുതിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്ന് വീണ്ടും ആ കുഴിക്കകത്തേക്ക് തന്നെ വീഴുന്ന സാഹചര്യം. വീണ്ടും ഒരു ട്രെഞ്ച് കണക്ക്, അതായത് ആഴമുള്ള ഒരു കുഴി കണക്ക് വീണ്ടും പുറത്തേക്ക് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീണ്ടും കുഴിയെടുത്തു. വീണ്ടും രണ്ടാമതും ആ തുമ്പിക്കൈയിൽ മുന്നോട്ടാക്കി ഈ യന്ത്രക്കൈയിൽ പിടിച്ച് അതിന്റെ സഹായത്തോടെ പുറത്തേക്ക് വരാനുള്ള ഒരു നീക്കവും ഈ ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ ആ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ ആനയുടെ ആരോഗ്യത്തെക്കുറിച്ച് പോലുമുള്ള സംശയങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു. കാരണം 20 മണിക്കൂറിലധികമായി ഒരു കുഴിക്കുള്ളിൽ കിടക്കുന്നതാണ്. ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം ഉള്ള ഒരു കുഴിയിലാണ് ആന കിടന്നിരുന്നത്. ഒപ്പം ഈ കൂട്ടം തെറ്റി കുഴിയിലേക്ക് വീണപ്പോൾ വീഴ്ചയുടെ ആഘാതത്തിൽ കാര്യമായ പരിക്ക് ആനയ്ക്ക് പറ്റിയോ എന്ന ആശങ്കയും ഉയർന്നു. അതിനുശേഷം വീണ്ടും കുഴിയുടെ വിസ്താരം കൂട്ടി മുകളിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വടി കൊണ്ട് ആ ആനയെ വീണ്ടും പുറത്തേക്ക് വരാനുള്ള ഒരു പ്രചോദനം നൽകി. ഇതിനിടയിൽ ആന പരിക്ഷീണിതനാണ് എന്ന് കരുതി ഈ മറ്റേ തെങ്ങോലകളും മറ്റും പനയോലകളും ഒക്കെ ഈ കുഴിക്കുള്ളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ ഭക്ഷണ സാമഗ്രികളിൽ പോലും ഒന്ന് നോക്കാതെ, ഇടുന്ന ഇലകളിലും ഓലകളിലും ഒന്നും നോക്കാതെ വീണ്ടും പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി തന്നെയാണ് കൊമ്പൻ നോക്കിയിരുന്നത്. ഈ കുഴിക്കുള്ളിൽ കുഴിയുടെ വിസ്തൃതി കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായി. മണ്ണിട്ട് ഒരു ഭാഗം പൊക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് News 18 പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ MICU പ്രവർത്തനരഹിതമായിരിക്കുന്ന കാര്യം. AC തകരാറിനെ തുടർന്ന് മാസങ്ങളായി പൂട്ടിയിട്ടിരുന്ന MICU തുറക്കാൻ ഒടുവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നീക്കം. തകരാർ പരിഹരിക്കുന്നതിനായി കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പ്രതിനിധികൾ ആശുപത്രിയിലെത്തി. നിർമ്മാണ പ്രവൃത്തികളിലേക്ക് ഇവർ കടന്നു. വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ICU പ്രവർത്തനരഹിതമായതിനാൽ 10 മാസത്തിനിടെ 6000-ത്തിലധികം രോഗികളാണ് മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ നിർബന്ധിതരായത്. News 18 വാർത്തയെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര നടപടി. News 18 ഇംപാക്ട്. ഹലോ, വണ്ടാനം മെഡിക്കൽ കോളേജല്ലേ? മാം, ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു പേഷ്യൻ്റ്, എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റാണ്, സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ വളരെ നിർധന കുടുംബമാണ്. അപ്പോൾ ഇവർ 15 ദിവസമായിട്ട് ബിലീവേഴ്സിലാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വണ്ടാനത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ. ICUയിൽ ബെഡ് ഉണ്ടോ മാം? MICUയിൽ ബെഡില്ലേ? ആണ് ഫുൾ പേഷ്യൻസ് ആണോ മാം?
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ MICUവിൽ ബെഡ് ആവശ്യപ്പെടുന്ന രോഗികളെ ഒഴിവില്ലെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ മടക്കി അയക്കുമ്പോൾ 11 വെന്റിലേറ്റർ ബെഡുകളുള്ള ICU ഒഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് AC തകരാറ് മൂലം 2 വർഷക്കാലമായി പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. 10 മാസത്തിനിടയിൽ ഗുരുതരാവസ്ഥയിൽ ഉൾപ്പെടെ ആശുപത്രിയിലെത്തിയ 6129 രോഗികൾ വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വന്നുവെന്ന ഞെട്ടിക്കുന്ന കണക്ക് കൂടി പുറത്തുവിട്ടതോടെ പ്രതിഷേധമിരമ്പി. തുച്ഛമായ തുക കൊണ്ട് പരിഹരിക്കാനാകുമായിരുന്നിട്ടും 2 വർഷത്തോളം അലംഭാവം തുടർന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ഒടുവിൽ പരിഹാര നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. വാർത്തയുടെ പിന്നാലെ നിർമ്മാണത്തിനായുള്ള വർക്ക് ഓർഡർ റിലീസ് ചെയ്തു. കരാർ കമ്പനിയായ തോട്ടത്തിൽ ഏജൻസീസ് ബുധനാഴ്ച ആശുപത്രിയിലെത്തി നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടന്നു. 1 മാസത്തിനുള്ളിൽ AC-കൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് കമ്പനി MD ദിനു ന്യൂസ് 18 പറഞ്ഞു. ഞാൻ ഇന്നലെ ആൾക്കാരെയൊക്കെ വിട്ടു, നമ്മുടെ ടെക്നീഷ്യനൊക്കെ വിട്ടിട്ടുണ്ട്. അവിടുന്ന് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഇൻഡന്റ് കൊടുക്കാനായിട്ട് മെറ്റീരിയൽസ് എത്തിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതിനകത്ത് ആണോ ഈ പ്രധാനമായ കംപ്ലൈന്റ്? അതെ 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 ആണ് നമുക്ക് അയച്ചേക്കുന്നത്. നമ്മൾ AC-യുടെ വർക്ക് ചെയ്യുന്നതാണ്. സെൻട്രലൈസ് സിസ്റ്റം പോലത്തെയാണ്. HEPA ഫിൽറ്റേഴ്സും എല്ലാം ഉള്ളതാണ്. HEPA ഫിൽറ്റേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. എനിക്ക് കൺഫേംഡ് ഓർഡർ എനിക്ക് തന്നു കഴിഞ്ഞു. എപ്പോഴത്തേക്ക് ഇത് പൂർത്തീകരിക്കുമായിരിക്കും? ഒരു മാസത്തിനകത്ത് തന്നെ നമ്മൾ തീർക്കും. അവിടെ 1 മാസത്തിന് തീരും. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ICU ഓപ്പൺ ആവുമായിരിക്കും അല്ലേ? ഓപ്പൺ ആവും. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റി അംഗവും വാർഡ് കൗൺസിലറുമായ UM കബീർ. AC-യുടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമാക്കിയതായി അറിയാൻ കഴിഞ്ഞു. കരാർ ഏറ്റെടുത്ത ഏജൻസി കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. ഇതിന്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ 1 മാസക്കാലത്തിനുള്ളിൽ ഈ AC-യുടെ തകരാർ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കുവാൻ കഴിയുമെന്ന് ഇവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വന്ന വാർത്ത AC-യുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേഗത കൂട്ടുന്നതിന് സഹായകമായി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. വെന്റിലേറ്റർ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ പേരിന് പോലുമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾ ചികിത്സയ്ക്കായി എറണാകുളത്തും കോട്ടയത്തുമടക്കം പരക്കം പായുന്നതിനിടയിലാണ് വൈകിയാണെങ്കിലും ആശ്വാസകരമായ നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. MDICUവിന്റെ തകരാർ പരിഹരിക്കുന്നതിൽ 20 മാസക്കാലമായി ആരോഗ്യവകുപ്പ് കാണിച്ചിരുന്ന അലംഭാവം ഒടുവിൽ അവസാനിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ഈ മാറ്റം ഗുണകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, അഭിനന്ദനങ്ങൾ. കാരണം നമ്മളൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന കാലമാണല്ലോ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക്. പക്ഷേ എത്രയോ രോഗികൾ കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം, അല്പം ദൂരെയാണെങ്കിലും ഒരു പരിഹാരം കാണുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാലതാമസത്തിന് ആര് ഉത്തരം പറയും? എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞത്? ശ്രീജ, ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്ക് ഓർഡർ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ MDICUവിന്റെ AC തകരാറ് മൂലമാണ് ICU 20 മാസക്കാലമായി പൂട്ടിയിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആകെ ആലപ്പുഴ ജില്ലയിൽ ആകെ ആശ്രയിക്കാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. അത് ഇല്ലാതിരുന്നത് വളരെയധികം ജനങ്ങളെ, ICU അടക്കം പ്രവർത്തിക്കാത്തത് വളരെയധികം ജനങ്ങളെ ബാധിച്ചിരുന്നു. അതാണ് ആ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത്. അതായത് 6129 രോഗികളാണ് 10 മാസത്തിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ നിഷേധിക്കപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക്
പോകേണ്ടി വന്നതെന്നുള്ളതാണ്. എന്തായാലും വാർത്ത അതിൻ്റെതായ രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷകരം തന്നെയാണ്. കാരണം ഇപ്പോൾ വർക്ക് ഓർഡർ റിലീസ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ, അതായത് ഈ AC റിപ്പയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയായ തോട്ടത്തിൽ ഏജൻസീസിന് ഇപ്പോൾ ഇന്നലെ അവരുടെ കമ്പനി അധികൃതർ ആശുപത്രിയിലെത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഈ കമ്പനി ഉടമ ടിനു നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ AC-യുടെ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് അത് തുറക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. അത് തന്നെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റിയിലെ അംഗങ്ങളും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തിന് മേലാണ് ഈ 2 വർഷക്കാലമായി ആരോഗ്യവകുപ്പ് അലംഭാവം തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ സംഭവത്തിൽ, അതായത് 11 ബെഡുകളുള്ള വെന്റിലേറ്റർ സംവിധാനമുള്ള ICU ആണ് പൂട്ടിയിട്ടിരുന്നത് എന്നുള്ളതാണ്. അതായത് ഓരോ പേഷ്യന്റിന്റെയും ജീവന്റെ വിലയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഇത്തരത്തിൽ അലംഭാവം കാണിച്ചുകൊണ്ട് പൂട്ടിയിട്ടുള്ളതാണ്. എന്തായാലും മാധ്യമ വാർത്ത അടക്കം ആ ഒരു സംഭവത്തിലേക്ക് അതിന്റെ വേഗത കൂട്ടുന്നതിന് കാര്യമായി, അല്ലെങ്കിൽ അത് കാരണമായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമാണ്. കാരണം ഈ 6129 രോഗികൾ 10 മാസത്തിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കണക്ക് കൂടി വാർത്ത പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധം ആശുപത്രി ജാഗ്രതാ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ ശവമഞ്ചം ഏറ്റുകൊണ്ടുള്ള പ്രതിഷേധം വരെ മെഡിക്കൽ കോളേജിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അത് ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നു എന്നുള്ളത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ സംഭവം തന്നെയാണ്. ശ്രീജ, ശരി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. രോഗികൾക്ക് ആശ്വാസമാവുന്ന ഒരു വാർത്തയാണ്. ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ചികിത്സാ സംവിധാനങ്ങൾ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അവിടെ MICU പൂട്ടിക്കിടക്കുകയായിരുന്നു ഇത്രയും നാൾ. ഈ വാർത്തയെ തുടർന്ന് അവിടുത്തെ MICUവിൽ തകരാറുണ്ടായിരുന്ന AC ശരിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരം വളരെ വളരെ ആശ്വാസകരമാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്തെ സർവകലാശാല സെനറ്റുകളുടെയും സിൻഡിക്കേറ്റുകളുടെയും ഘടന പൊളിച്ചെഴുതാൻ സർക്കാർ. ബില്ലിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കും. സർവകലാശാലകളുടെ ഉപകേന്ദ്രങ്ങൾ വിദേശങ്ങളിൽ വേണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി എതിർത്തതോടെ ഒഴിവാക്കി. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, വളരെ ശ്രദ്ധേയമായ നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഈ സിൻഡിക്കേറ്റിന്റെയും സെനറ്റുകളുടെയും ഘടന പൊളിച്ചെഴുതുക എന്നതിലൂടെ സർക്കാർ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവകലാശാലകളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്ന ശേഷം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് സർക്കാർ ഈ സർവകലാശാല ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. പക്ഷേ അത് ഗവർണർ അംഗീകരിച്ചില്ല. അതിൽ ഗവർണറുടെ അധികാരം, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ബില്ലാണ് സർക്കാർ കൊണ്ടുവന്നത്. അത് ഗവർണർ ദീർഘനാൾ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തു. രാഷ്ട്രപതി ആ ബില്ല് തടഞ്ഞു വച്ചിരിക്കുകയാണ്, അനുമതി നൽകാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളിൽ പുതിയ ചില പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സർക്കാരിന്റെ വിശദീകരണം, ഇപ്പോൾ സർവകലാശാലകളിലെ പാഠ്യപദ്ധതിയിലടക്കം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതിയിലേക്ക് മാറി 4 വർഷ ബിരുദ കോഴ്സുകൾ വന്നു. ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം സർവകലാശാലകൾ വന്നു. അതിനനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടുകളിൽ മാറ്റം വരുത്താനാണ് നിയമനിർമ്മാണമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർവകലാശാലകളുടെ പരമോന്നത സമിതിയായ സെനറ്റുകളുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബോഡിയായ സിൻഡിക്കേറ്റിന്റെയും ഒരു പൊളിച്ചെഴുത്താണ്, അവരുടെ ഘടനയിൽ പൊളിച്ചെഴുത്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സിൻഡിക്കേറ്റിലും അതുപോലെ തന്നെ സെനറ്റുകളിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ അതിപ്രസരമുണ്ട്, ആളുകളെ തിരികെ തള്ളിക്കയറ്റുന്നു എന്ന വിമർശനമുണ്ട്. അതുകൊണ്ട് അവിടെ ഈ അംഗങ്ങളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം വലിയ സർവകലാശാലകളിൽ 19ആയും ചെറിയ സർവകലാശാലകളിൽ 15ആയും കുറയ്ക്കാനുള്ള നിർദ്ദേശമുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് രീതിയിലും മാറ്റമുണ്ടാകും. നോമിനേഷൻ എന്നുള്ളത് സർക്കാർ പ്രവൃത്തികൾ മാത്രമായി നോമിനേഷൻ ചുരുക്കപ്പെടും. ബാക്കിയുള്ളത് തിരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുമായി അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളാണ് കൊണ്ടുവരുന്നത്. സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ വിദേശങ്ങളിൽ നിലവിൽ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വഴി വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടാനുള്ള അവസരം നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സർവകലാശാലയുടെ ഉപകേന്ദ്രങ്ങൾ വിദേശ സർവകലാശാലകളിൽ കൂടി തുടങ്ങണമെന്നൊരു നിർദ്ദേശം ഈ കരട് ബില്ലിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഇത് വന്നപ്പോൾ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. അങ്ങനെ ആ നിർദ്ദേശം ഒഴിവാക്കി. VC മാറുമ്പോൾ പ്രോ VC മാറണമെന്നൊരു നിർദ്ദേശം കൂടി നേരത്തെ സർക്കാർ ആലോചിച്ചതാണ്. അത്തരം ആ ഒരു പരിഷ്കാരവും കൊണ്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിലും മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുണ്ടായതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഈ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകളിൽ ഭരണ നിർവഹണത്തിൽ സമൂലമായൊരു അഴിച്ചുപണി ലക്ഷ്യമിടുന്ന ബില്ലാണ്, അതിന്റെ കരടാണ് മന്ത്രിസഭാ യോഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനിയും ചർച്ചകളുണ്ടാകും. അതിനുശേഷം നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം.
ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റപ്പോൾ മുതൽ സർക്കാരും ഗവർണറും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. ഏത് രീതിയിലാണ് ഈ സംവിധാനങ്ങളിൽ സർക്കാരിന് പൂർണ്ണമായൊരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന് കൃത്യമായും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊളിച്ചെഴുത്തിൽ എന്താണ് സർക്കാരിന്റെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. കടയടച്ചിടൽ സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും വ്യാപാരികളുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം ഓൺലൈനായാണ് ചർച്ച. ഈ മാസം 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുമെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചത്. വേതന പാക്കേജ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിൽ പ്രധാന വിഷയമാവും. ഈ മാസത്തേക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ മാത്രമാണ് റേഷൻ കടകളിലുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്ന് വിതരണം ചെയ്തു തുടങ്ങും. 2 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. 62 ലക്ഷത്തിലേറെ പേർക്ക് 3200 രൂപ വീതമാണ് ലഭിക്കുക. ഇതിന് 1604 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും. ജനുവരിയിലെ പെൻഷനും ഒപ്പം 1 ഗഡു കുടിശ്ശികയുമാണ് ഇത്. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 371 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന്റെ പ്രാഥമിക വാദമാണ് ഇന്ന് തുടങ്ങുന്നത്. G. മോഹൻരാജാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മുനമ്പം കമ്മീഷന്റെ നിയമനം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. കഠിനംകുളം ആതിര കൊലക്കേസ് പ്രതി ജോൺസനെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലായിരുന്ന ജോൺസനെ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി ഋതുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഋതുവിനെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്നലെ ഋതുവിന്റെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊല്ലം കുണ്ടറയിൽ മുത്തച്ഛൻ പ്രതിയായ പോക്സോ കേസിൽ കൊട്ടാരക്കര അതിവേഗ കോടതി ഇന്ന് വിധി പറയും. 11ഉം 13ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 11കാരി തൂങ്ങി മരിച്ചെന്നുമാണ് കേസ്. പ്രതിയുടെ ഭാര്യയുടെ മൊഴിയാണ് അന്ന് കേസിൽ നിർണായകമായതെങ്കിലും വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു. 2017 ജനുവരി 15-ന് 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതോടെയാണ് പീഡന വിവരം പുറംലോകം അറിഞ്ഞത്. കിങ്ഫിഷർ വിമാനത്തിൽ ബോംബ് വെച്ചെന്ന കേസിലെ പ്രതിക്ക് ഇന്ന് ശിക്ഷ വിധിക്കും. 15 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. വലിയറത്തല സ്വദേശി രാജശേഖരൻ നായർ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ കിങ്ഫിഷർ വിമാനത്തിൽ നാടൻ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്തെ ഫ്ലൈറ്റ് സർവീസ് പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 18ാം റൗണ്ട് മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. കൊൽക്കത്തയിലെ വിവേകാനന്ദ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് കേരളത്തിന്റെ എതിരാളികൾ. 17 കളികളിൽ നിന്ന് 6 ജയവും 3 സമനിലയും 8 പരാജയവുമായി 21 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സിന് മത്സരം ജയിക്കാനായാൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാം. ഇതൊക്കെ
ഇതൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇന്ന് സംഭവിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന, ഇന്ന് അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, അവർക്കുള്ള ആശംസകളാണ്. സ്പെഷ്യൽ ഡേയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ന്യൂസ് 18 സീനിയർ അസോസിയേറ്റ് എഡിറ്റർ എസ് ലല്ലുവിന്റെ പിറന്നാളാണ് ഇന്ന്. ലല്ലു ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ ഞങ്ങൾ വളരെ സ്പെഷ്യലായി വിഷ് ചെയ്യാൻ പോകുന്നത് അടുത്തത് എസ് ലല്ലു, ന്യൂസ് 18 സീനിയർ അസോസിയേറ്റ് എഡിറ്റർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലല്ലു ചേട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ. ലല്ലു ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. അവിടെ എന്തോ ഞെട്ടലൊക്കെ സംഭവിക്കുന്നുണ്ട്. ലല്ലു ചേട്ടൻ അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആണ്. ലല്ലു ചേട്ടാ ഓൺ എയർ ആണ്, തിരിച്ച് ചീത്ത വിളിക്കരുത്. ഹാപ്പി ബർത്ത്ഡേ. ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ലല്ലു ചേട്ടൻ ഒന്നും മനസ്സിലായിട്ടില്ല. പറയാതെയാണ് PCR കോള് കണക്ട് ചെയ്തത്. അതുകൊണ്ട് മൊത്തത്തിൽ കിളികളെല്ലാം പറന്നു പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ലല്ലു ചേട്ടാ ഓൺ എയർ എന്നാ ഞാൻ സംസാരിക്കണേ. ഹാപ്പി ബർത്ത്ഡേ. 3 തവണയായി പറയുന്നു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. എന്തായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. ഡ്യൂട്ടിക്ക് വരുമ്പോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം. അതിപ്പോ നാട്ടുകാരുടെയും കൂടെ ഒരു പ്രസൻസിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കാമെന്ന് കരുതി. അതെ, എന്നിട്ട് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ട് വരണം തന്നെ രാവിലെ പടമൊക്കെ ഇട്ട്. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. വന്നാലും ഇല്ലെങ്കിലും ഇവിടെ സ്വീറ്റ്സ് എത്തണം. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ലല്ലു ചേട്ടാ. വളരെ ഗംഭീരമായ ഒരു ആരോഗ്യവും സന്തോഷവും ഒക്കെയുള്ള ഒരു വർഷം ആശംസിക്കുന്നു. നമുക്ക് അടിപൊളിയായിട്ട് വരുമ്പോ ഒന്നിച്ച് ആഘോഷിക്കാം. ഒന്നും പേടിക്കണ്ട. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഒന്നും അറിയാത്തൊരു മനുഷ്യനെ പെട്ടെന്ന് വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോ അടുത്ത വിഷയിലേക്ക് പോവാണ്. എറണാകുളം കോലഞ്ചേരി സ്വദേശി ഇസ്ര എലിസബത്തിന്റെ 10ാം പിറന്നാളാണ്. ഇസ്ര ഞങ്ങൾക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാണ്. ഞങ്ങളുടെ സ്പോർട്സ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരിയുടെ മകളാണ്. മുത്ത് എന്നാണ് എല്ലാവരും ഇസ്രയെ വിളിക്കുന്നത്. ഞങ്ങളൊക്കെയും മുത്ത് എന്നാണ് വിളിക്കുന്നത്. മുത്തിന് ഇന്നലെ രാത്രി സർപ്രൈസായി ബർത്ത്ഡേ വിഷ് ചെയ്തതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ മുത്തിന് ഹാപ്പി ബർത്ത്ഡേ. മുത്തിന്റെ പിറന്നാളിന്റെ ചെലവ് അച്ഛൻ എൽദോ ഉടൻ തന്നെ ഞങ്ങൾക്ക് എത്തിച്ചു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തത് എരുമേലി സ്വദേശി ചാക്കോയുടെയും അനുവിന്റെയും 20ാം വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ്. ചങ്ങരോത്ത് ഫാമിലിയിലെ എല്ലാവരും ചാക്കോയ്ക്കും അനുവിനും ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഞങ്ങളുടെ വകയും ചാക്കോ, അനു ഹാപ്പി ആനിവേഴ്സറി. കുഴിത്തുറ സ്വദേശിയായ ക്രിഷ് നാഥിന്റെ ബർത്ത്ഡേ ആണിന്ന്. ക്രിഷ്, വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ഈ സ്ക്രീനിലൂടെ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ആ സ്പെഷ്യൽ ഡേ ആഘോഷിക്കാം. സന്തോഷ ദിനത്തിൽ ഈ സ്ക്രീനിൽ എത്താൻ വേണ്ടി ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9346975748. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ഡേ, സ്പേസ് നെയിം, സ്പേസ് ഫോൺ നമ്പർ. ഇനി ഈ വിഷയം നമുക്കൊരു തിരി മാറി നടക്കാം. ലഹരി വിരുദ്ധ സന്ദേശവുമായി